പ്രിയപ്പെട്ടവരെ, സാഹിത്യ നിരൂപണ ശില്പശാല നമ്മൾ ആരംഭിക്കുന്നത് നിരൂപണം എത്രത്തോളം ബാക്കിയുണ്ട് എന്ന ഒരു സംശയത്തിൽ നിന്നാണ്. അതൊരു തെറ്റായ കാര്യമല്ല. കാരണം സാഹിത്യ നിരൂപണം എന്നത് ഒരു സവിശേഷമായ ഒരു സന്ദർഭത്തിൽ നിലവിൽ വന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും സാഹിത്യ നിരൂപണം അതേപോലെ നിലനിന്നിരുന്നില്ലല്ലോ. ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, സംസ്കൃത സാഹിത്യത്തിൽ നിരൂപണമില്ല എന്ന് പറയുന്നു. നിങ്ങൾ ആ പ്രസ്താവന ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. മാരാർ സംസ്കൃതം കമ്പോട് അറിയുന്ന ആളായിരുന്നു. കാളിദാസനെ വ്യാഖ്യാനിച്ച ആളാണ്. മഹാഭാരതത്തിൽ നിന്ന് ഏറ്റവും മൗലികമായൊരു കൃതി കണ്ടെടുത്ത ഒരാളാണ്. അങ്ങനെ ശൈലിയെക്കുറിച്ചും സാഹിതീയത എന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ ഗൗരവപൂർവം ആലോചിച്ച മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരൂപകരിലൊരാളാണ് മാരാർ. സംസ്കൃത സാഹിത്യമാകട്ടെ അതിപ്രാചീനമായ ചരിത്രമുള്ള ഇതിഹാസങ്ങൾ മുതൽ ആദികാവ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാമായണവും ഇതിഹാസമായിട്ടുള്ള മഹാഭാരതവും മുതൽ ഭാസനും കാളിദാസനും ഒക്കെ ഉൾപ്പെടുന്ന അതിബൃഹത്തായൊരു, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായൊരു സാഹിത്യ പാരമ്പര്യം ഉള്ള ഭാഷയാണ് സംസ്കൃതം. അതിൽ ആണ്ടുമുഴുകിയ ആളാണ് മാരാർ. ഒരുപക്ഷെ മാരാർക്ക് സംസ്കൃത സാഹിത്യത്തിൽ രസിക്കാൻ കഴിഞ്ഞിടത്തോളം മറ്റെന്തിലെങ്കിലും രസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അപ്പോൾ യുദ്ധവും സമാധാനവും വായിച്ച് താൻ ബോറടിച്ച കാര്യം മാരാർ എഴുതിയിട്ടുണ്ട്. ഞാൻ 10-30 പേജ് വായിച്ചു, പിന്നെ 4 ചാല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, പലവട്ടം ശ്രമിച്ചു, എങ്കിലും എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് മാരാർ അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതേ മാരാർ തന്നെ പക്ഷേ പാവങ്ങളെ അതിഗംഭീരമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. അധ്യാത്മരാമായണം പോലെ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി വെച്ച് വായിക്കണം എന്ന് പാവങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മാരാർ എന്തുകൊണ്ടായിരിക്കും സംസ്കൃത സാഹിത്യത്തിൽ നിരൂപണമില്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് പോയത് എന്നാലോചിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഈ നിരൂപണം എന്ന ഒരു ശാഖയുടെ പ്രകൃതത്തെക്കുറിച്ച് ചില സവിശേഷമായ ഉൾക്കാഴ്ചകൾ കിട്ടിയേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ സംസ്കൃതം സാഹിത്യവിജ്ഞാനത്തിൻ്റെ, സാഹിത്യ പഠനത്തിൻ്റെ പല മേഖലകൾക്ക് തുറന്നിട്ടൊരു ഭാഷയാണ്. ഇപ്പം അന്വയിച്ച അർത്ഥം പറഞ്ഞ് സാഹിത്യകൃതികൾക്ക് സൂക്ഷ്മമായ വിശദീകരണം നൽകുന്ന ഒരു വ്യാഖ്യാന പാരമ്പര്യം സംസ്കൃതത്തിലുണ്ട്. കാളിദാസനെ വ്യാഖ്യാനിച്ച മല്ലീനാഥൻ വെറുതെ അന്വയിച്ച അർത്ഥം പറയുകയല്ല, അന്വയിച്ച അർത്ഥം പറഞ്ഞ് ആ സാഹിത്യകൃതിയുടെ പ്രത്യക്ഷാർത്ഥത്തിനപ്പുറത്തേക്ക് കൃതിയെ കൊണ്ടുപോകുന്ന ഒരു വ്യാഖ്യാന പാരമ്പര്യം സംസ്കൃതത്തിലുണ്ട്. നമുക്കറിയുന്നത് പോലെ സംസ്കൃതത്തിലെ ചിന്താപാരമ്പര്യം തന്നെ ഏറിയ പങ്കും വ്യാഖ്യാനമാണ്. ഇപ്പോൾ ശങ്കരാചാര്യർ മുഖ്യമായി ചെയ്തത് പ്രസ്ഥാനത്രയത്തിന് ഭാഷ്യം എഴുതുകയായിരുന്നു എന്നറിയാമല്ലോ. ഭഗവത്ഗീതയ്ക്കും ദശോപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും എഴുതിയ ഭാഷ്യം വഴിയാണ് ശങ്കരൻ തൻ്റെ ദർശനം സ്ഥാപിക്കുന്നത്. അത് സംസ്കൃതത്തിലൊരു പ്രധാന രീതിയാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. അത് അന്വയിച്ച അർത്ഥം പറയുന്നിടത്ത് നിന്ന് തുടങ്ങി സ്വന്തം ആശയങ്ങളുടെ അവതരണം വരെയുള്ള വിപുലമായൊരു മേഖല വ്യാഖ്യാന വിജ്ഞാനത്തിൻ്റെതായിട്ട് സംസ്കൃതത്തിലുണ്ട്. മാരാരും അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാളിദാസ കൃതികൾക്ക് മാരാർ തയ്യാറാക്കിയ വിവർത്തനം പരിശോധിച്ചാൽ വെറും വിവർത്തനമല്ല, അതിൽ മല്ലീനാഥൻ്റെ വഴിയിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ പലതും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്നു മാത്രമല്ല, ഒരു നിരൂപകൻ എന്ന നിലയ്ക്ക് ആ വിവർത്തനത്തിൽ ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ചില ശ്ലോകങ്ങളൊക്കെ എടുത്തിട്ട് മാരാർ പറയും ഇത് പ്രക്ഷിപ്തമാണെന്ന് പറയും. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് ഇഷ്ടമായില്ല എന്നുള്ളതാണ്. വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇങ്ങനെ ഒരു ശ്ലോകം കാളിദാസൻ എഴുതൂല. എന്താ കാരണം? കാളിദാസനെ കുറിച്ചുള്ള മാരാരുടെ ബോധ്യത്തിന് അത് നിരക്കുന്നില്ല. ഞാനത് തെറ്റാണെന്ന് പറയല്ല. അങ്ങനെ വിവർത്തനത്തിനപ്പുറം മാരാരൊരു നിരൂപണ പദ്ധതിയും വ്യാഖ്യാന പദ്ധതിയും ഒക്കെ ഉപയോഗിച്ചാണ് രഘുവംശവും മേഘസന്ദേശവും ശാകുന്തളമൊക്കെ വിവർത്തനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തത്.
ഇത് മാരാർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമുക്കൊക്കെ അറിയുന്നത് പോലെ സംസ്കൃത സാഹിത്യമാണ് സാഹിത്യ മീമാംസ എന്ന് വിളിക്കാവുന്ന സാഹിത്യ ചിന്തയുടെ ഒരു ബൃഹത് ലോകമുണ്ടാക്കിയ ഭാഷയാണ്. രസസിദ്ധാന്തം, ധ്വനി സിദ്ധാന്തം, അനുമിതി, വക്രോക്തി എന്നിങ്ങനെ എത്രയോ, ഏതാണ്ടൊരു പൊതുവർഷാരംഭത്തിന് തൊട്ട് മുമ്പ് മുതൽ 18-ാം നൂറ്റാണ്ട് അപ്പയ്യ ദീക്ഷിതർ വരെയുള്ള ഒരു 10,000-2000 വർഷക്കാലത്തെ സാഹിത്യ ചിന്തയുടെ പാരമ്പര്യം സംസ്കൃതത്തിനുണ്ട്. മൂന്നാമത്, എങ്ങനെയാണ് കവിത എഴുതേണ്ടത്, കവിതാരചനയുടെ സമ്പ്രദായങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശീലിപ്പിക്കുന്ന തരത്തിലുള്ള കവിശിക്ഷ എന്ന പേരിലുള്ള കവിത എഴുതാനുള്ള പരിശീലന പരിപാടി എന്ന് പറയാവുന്ന ഒരു വിജ്ഞാനശാഖയും സംസ്കൃതത്തിലുണ്ട്. രാജശേഖരൻ്റെ കവികണ്ഠാഭരണം പോലുള്ള കൃതികളൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇതിലെല്ലാം നല്ല ജ്ഞാനവും അടിയുറപ്പും ഉള്ള ഒരാളാണ് മാരാർ. എന്നിട്ടും പക്ഷെ മാരാർ പറഞ്ഞത് സംസ്കൃതത്തിൽ നിരൂപണം ഇല്ല എന്ന്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് നിരൂപണത്തിൽ ഉപയോഗിക്കാമെങ്കിലും നിരൂപണം ഇതിനപ്പുറം എന്തോ കൂടിയാണ് എന്നതാണ്. ആ എന്തോ ഒന്നാണ് നിരൂപണത്തെ സാഹിത്യ സംബന്ധിയായ ഇതര ആലോചനകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതെന്താണ്? മാരാർ അതിനെ സംബന്ധിച്ച് ഒരു സൂചന മറ്റൊരു സ്ഥലത്ത് നൽകിയിട്ടുണ്ട്. അത് മഹാഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹം പറയുന്നത്, മഹാഭാരതത്തിൻ്റെ രസം ശാന്തമാണ് എന്ന് പറയുന്ന സമയത്ത് ആനന്ദവർദ്ധനൻ നിരൂപണത്തിലേക്കുള്ള ആദ്യ ചുവട് വച്ചിട്ടുണ്ട്. അടുത്ത ചുവട് കൂടി വച്ചാൽ അത് നിരൂപണമായേനെ. പക്ഷെ ആ ചുവട് ആനന്ദവർദ്ധനൻ വയ്ക്കുന്നില്ല. എന്താണ് അപ്പോൾ ഒരു നിരൂപണം എന്ന് പറഞ്ഞാൽ? ഇത് പ്രധാനപ്പെട്ട സൂചനയാണ്. മഹാഭാരതത്തിൻ്റെ ആകമാനമുള്ള രസം ശാന്തമാണ് എന്നത് നിരൂപണത്തിലേക്കുള്ളൊരു ചുവടായിട്ട് മാരാർ കാണുന്നുണ്ട്. പക്ഷേ നിരൂപണം പൂർത്തിയായിട്ടില്ല. അങ്ങനെ ആലോചിച്ചാൽ നിരൂപണം, ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരൂപണം എന്ന് പറയുന്നത് ഒറ്റ വാക്യത്തിൽ ചുരുക്കി പറയാം, നിരൂപണം എന്ന് പറയുന്നത് വളരെ ആധുനികമായിട്ടുള്ള ഒരു സാഹിത്യ വിചാര രീതിയാണ്. സാഹിത്യമുള്ള എല്ലാ കാലത്തും സാഹിത്യ നിരൂപണം നാം ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിലില്ല. സാഹിത്യത്തെക്കുറിച്ചുള്ള ആലോചനകളുണ്ട്, അതും സാഹിത്യ നിരൂപണവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ സാഹിത്യ വിമർശനം അല്ലെങ്കിൽ സാഹിത്യ വിചാരം ഈ നിലയിൽ ആരംഭിക്കുന്നത് പത്രമാസികകളും പുസ്തകങ്ങളും ഒക്കെ രൂപപ്പെട്ട് തുടങ്ങുന്നൊരു ഘട്ടത്തിലാണ്. ആ നിലയ്ക്ക് ആധുനികമാണെന്ന് പറയുന്നത് അച്ചടിയോടും ഗദ്യത്തിൻ്റെ വളർച്ചയോടും ബന്ധപ്പെട്ടാണ് വിമർശനം വരുന്നത് എന്ന നിലയ്ക്കാണ്. അതുകൊണ്ടാണ് അഴീക്കോട് മാഷ് വിമർശനം തുടങ്ങിയത് തമ്പുരാനാണ് എന്ന് തീരുമാനിച്ചത്. പിന്നെ എല്ലാം തുടങ്ങാനൊരു തമ്പുരാനുള്ളതാണ് നല്ലത് എന്നും പറയാം. അത് നാടകം തുടങ്ങാനായാലും വിമർശനം തുടങ്ങാനായാലും പാഠപുസ്തകം ഉണ്ടാക്കാനായാലും ഒക്കെ തമ്പുരാനാണ് നല്ലത് എന്നത് നമ്മുടെ ഒരു അവസാനിക്കാത്ത ബാധയാണ്. ഇപ്പോൾ തമ്പുരാൻ്റെ അഭിജ്ഞാന ശാകുന്തള വിവർത്തനം എവിടെയാണ് കളിച്ചതെന്ന് എനിക്കറിയില്ല. എന്നാൽ ആ കാലത്ത് കേരളം മുഴുവൻ തമിഴ് സംഗീത നാടകങ്ങൾ കളിക്കുന്നുണ്ട്, വെള്ളരി നാടകങ്ങൾ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പൊതുവെ സാഹിത്യ ചരിത്രങ്ങളിൽ നോക്കിയാൽ ഈ അഭിജ്ഞാന ശാകുന്തള വിവർത്തനമാണ് മലയാള നാടകത്തിൻ്റെ ആരംഭം എന്നിപ്പോഴും കാണാം. അതെല്ലാം പഠിച്ച ആളുകൾ വഷളായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പഠിച്ച് പഠിച്ച് വഷളായി എന്ന്. അതായത് ആളുകൾ കണ്ടതല്ല നാടകം, നാട്ടുകാർ കളിച്ചതല്ല നാടകം, പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചതോ ആരോ വായിച്ചതോ ആണ് നാടകം എന്ന് നാടകത്തെ ഏറ്റവും തെറ്റായി മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഈ ശാകുന്തള വിവർത്തനത്തിൽ നിന്നാണ് നാടകം തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ തമ്പുരാനുണ്ടാക്കിയ പാഠപുസ്തക കമ്മിറ്റി വഴിയാണ് മലയാള ഗദ്യം ഉണ്ടായത് എന്ന് പറയുന്നത്. അതിന് എത്രയോ മുമ്പ് മലയാളത്തിൽ മിഷണറിമാർ ഒന്നാം തരം മലയാള ഗദ്യം ഉണ്ടാക്കി. എത്രയോ വിജ്ഞാന മേഖലകൾ മലയാള ഗദ്യത്തിൽ അതിനു മുമ്പ് തന്നെ അവർ തുറന്നിരുന്നു. പക്ഷേ തമ്പുരാൻ തുടങ്ങുമ്പോൾ ഒരു മെച്ചമുണ്ടല്ലോ, അതൊരു പ്രത്യേക രീതിയാണ് കേട്ടോ. അതിൽ ഓരോ കാലത്തുണ്ട്. ഞാൻ ജർമ്മനിയിലെ സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് ഒരിക്കൽ വായിച്ചു വന്നപ്പോൾ ഡേവിഡ് പെർക്കിൻസിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈസ് ലിറ്റററി ഹിസ്റ്ററി പോസിബിൾ എന്ന് പറഞ്ഞ് ഈ സാഹിത്യ ചരിത്ര പഠനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അതിൽ പെർക്കിൻസ് 19-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹിത്യ ചരിത്രം അവസാനിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൊയ്തയുടെ മരണത്തോടെയാണ്. ഗൊയ്ത മരിച്ചതിന് ശേഷം ആ ഘട്ടത്തിൽ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 70 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷെ പിന്നെ 70 കൊല്ലം പുള്ളി എഴുതിയിട്ടില്ല. അതിന് പുള്ളി ഗ്രന്ഥകാരൻ കൊടുത്തൊരു വിശദീകരണം, ഒരു സാഹിത്യ ചരിത്രം അവസാനിപ്പിക്കാൻ ഇത്രയും മെച്ചപ്പെട്ടൊരു സന്ദർഭമേറിയില്ല എന്നാണ്. ഗൊയ്തയോട് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ, ഒരു ചരിത്രം അവസാനിച്ചു എന്നൊക്കെ തോന്നുമല്ലോ. ഇങ്ങനെ സാഹിത്യ സങ്കല്പങ്ങളിലൊക്കെ ഈ പ്രശ്നം ഏറിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനൊന്നും ചിരസ്ഥായിയായൊരു ഉള്ളടക്കം ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതും ഇല്ല. അച്ചടി വഴിയും
പത്രമാസികകൾ വഴിയും പൊതുസംവാദങ്ങളുടെ ഒരു തലത്തിലേക്ക് സാഹിത്യം കയറി വരുന്നത് നമുക്കൊക്കെ അറിയാം. ഏതാണ്ട് ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ്. അക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട സാഹിത്യ വിചാര രീതി, നമ്മൾ ഇന്ന് സാഹിത്യ വിമർശനം എന്ന് പറയുന്നതിൻ്റെ ഒരു തുടക്കം നമ്മൾ പരിശോധിച്ചാൽ അതിന് സാഹിത്യ വിമർശനമെന്നോ പുസ്തക നിരൂപണമെന്നോ ഉള്ളതിനേക്കാൾ കവിഞ്ഞ മറ്റൊരു പേര് അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്നു. അത് ഗുണദോഷ നിരൂപണം എന്നാണ്. ഗുണദോഷ നിരൂപണം, ഒരു കൃതി എടുക്കുക, അതിൻ്റെ മേന്മ എന്താണ്, പോരായ്മ എന്താണ്, ഭാഷാപരമായ മികവ് എന്താണ്, തകരാറെന്താണ് എന്നെല്ലാം ഒരു പരിശോധന നടത്തി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചൂണ്ടിക്കാണിക്കുക എന്നൊരു നിലയിലാണ് നമ്മുടെ വിമർശനത്തിൻ്റെ ആദ്യത്തെ ഒരു വരവ്. ഏതാണ്ട് ഇതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ഖണ്ഡനം മണ്ഡനം എന്ന് പറയുന്നത്. ഗുണങ്ങളൊക്കെ എടുത്തു പറയുന്നത് മണ്ഡനാണ്, ദോഷങ്ങളൊക്കെ എടുത്തു പറയുന്നത് ഖണ്ഡനമാണ് എന്ന നിലയിൽ അത് പിൽക്കാലത്തേക്കും തുടരുന്നുണ്ട്. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴോ ഒക്കെ ഈ ഒരു ഖണ്ഡനമാണ് വിമർശനം എന്നൊരു വാദം തന്നെ വരികയും ചെയ്തല്ലോ. അങ്ങനെ നോക്കിയാൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ 20-ാം നൂറ്റാണ്ടിലൊരു ആദ്യത്തെ 1-2 പതിറ്റാണ്ടുകൾ വരെ സാഹിത്യകൃതികളുടെ ഒരു ഗുണദോഷ പരിശോധന എന്ന നിലയിലാണ് പൊതുവെ നമ്മുടെ വിമർശനം പ്രവർത്തിച്ചത് എന്ന് കാണാൻ പറ്റും. ഇതിൽ നിർണായകമായ മാറ്റം വന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ നളിനിക്ക് എഴുതിയ വളരെ ചെറിയൊരു അവതാരികയിൽ AR നടത്തിയ ഇടപെടലാണ്. 1.5 പേജോ മറ്റോ ഉള്ള അവതാരികയാണ്. പക്ഷേ ആ അവതാരികയിൽ AR കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റം നമുക്കൊക്കെ അറിയാം. അത് കൃതിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്നും അദ്ദേഹം അതിൽ പറയുന്നില്ല. ഭാഷാ പരിശോധനയ്ക്കോ പ്രമേയ പരിശോധനയ്ക്കോ ഒന്നും മുതിരാതെ, പ്രമേയ പരിശോധനയൊക്കെ പിന്നെയും തുടരുന്നുണ്ട്. ലീലാകാവ്യം മോശമാണെന്ന് പറയുന്ന വള്ളത്തോളായാലും അത് പ്രമേയം യുക്തിഭദ്രമല്ല എന്ന് പറഞ്ഞ മാരാരായാലും ഒക്കെ പഴയ ഈ പ്രമേയ പരിശോധനയുടെ പുതിയ വഴികളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മാരാർ അതുകൊണ്ട് കുറേ നാട്ടുകാരെ ചുറ്റിക്കുകയും ചെയ്തു ഇല്ലേ. ഇപ്പോൾ ലീല ഭർത്താവിനെ കൊന്നതാണ്, അവളുടെ ശൈനീയ ശായിയാം പുരുഷൻ ഒരു നാൾ ഉഷസ്സിൽ ഉണർന്നിടാതെയായി എന്ന വാക്കിയെടുത്തിട്ട് മാരാരത് വാദിച്ച് സമർത്ഥിച്ച് ലീല ഭർതൃഘാതിനിയാണ് എന്ന് അതിസമർത്ഥമായി വാദിക്കുന്നുണ്ട്. ആരോ പറഞ്ഞ പോലെ നന്നായിട്ട് വാദിച്ച കേസാണ്, പക്ഷെ കേസ് മാറിപ്പോയി എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ലീലാകാവ്യത്തിൻ്റെ പ്രശ്നം ഭർത്താവ് എങ്ങനെ മരിച്ചു എന്നുള്ളതേ അല്ല. അത് ആ കവിതയിലെ ഏറ്റവും ആനുഷംഗികമായ ഒരു കാര്യം മാത്രമാണ്. ലീല മടങ്ങി വരുന്നതിന് പ്രമേയപരമായ ഒരു സന്ദർഭം ഒരുക്കുക എന്നുള്ളത് ഈ കവിഞ്ഞ് അതിൽ കവിഞ്ഞൊരു സാങ്കത്യവും ആ വരിക്കില്ല. പക്ഷെ മാരാർ ആ വരി പ്രധാനമായിട്ട് എടുക്കുകയും അത് വള്ളത്തോളും മറ്റൊരു നിലയ്ക്ക് ആ ഘട്ടത്തിൽ പറയുന്നുണ്ട് ലീലാകാവ്യത്തിന് യുക്തിഭദ്രതയില്ല എന്ന്. അതായത് ഒരു കഥയെ പ്രമേയമാക്കുന്ന മട്ടിലുള്ള യുക്തിപരമായ വിന്യാസം കവിതയ്ക്കുള്ളിൽ വേണമെന്നത് വാസ്തവത്തിൽ നിരൂപണത്തിൻ്റെ ഒരു മൗലികമായ താല്പര്യമല്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ അതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് AR നളിനി അവതാരികയിൽ തുടങ്ങുന്ന വിമർശന രീതി എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ഒറ്റ നിലയ്ക്ക് പറഞ്ഞാൽ അക്കാലം വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു ആധുനികതയ്ക്ക് മുമ്പ് സാഹിത്യകൃതി മാത്രമല്ല കലാവസ്തുക്കൾക്ക് പൊതുവിൽ സ്വയം പര്യാപ്തം എന്ന് പറയാവുന്നൊരു നിലനിൽപ്പില്ല. അത് മറ്റെന്തിനോടെങ്കിലും ചേർന്നാണ് നിൽക്കുക. ഇപ്പോൾ ഒരു കലാവസ്തു അതിൽ തന്നെ പൂർണ്ണമായ ഒരു സാമഗ്രിയാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്നില്ല. ആ കലാവസ്തു രാജസ്തുതിയാകാം, ദേവസ്തുതിയാകാം, പ്രദേശവർണ്ണനയാകാം. അങ്ങനെ നാനാതരത്തിലുള്ള താല്പര്യങ്ങൾ. സിസ്റ്റൈൻ ചാപ്പലിൽ ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം അടിസ്ഥാനപരമായി ചിത്രമായിരിക്കെ തന്നെ ദൈവിക ആരാധനയാണ്. അല്ലെങ്കിൽ പൂന്താനം എഴുതുന്നത് സാഹിത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂന്താനം എഴുതിയത് സാഹിത്യമായിട്ടല്ല, ഭക്തിയായിട്ടാണ്. MA ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് സാഹിത്യമായത്. ഇതൊരു പ്രശ്നമാണ്. അതായത് ഈ സാഹിത്യം എന്ന് പറയുന്ന അതിൻ്റെ സവിശേഷമായ അസ്തിത്വം അതിന് കൈവരുന്നത് അതിൻ്റെ ജന്മസഹജമായ ഉള്ളടക്കം കൊണ്ടാണോ, സാഹിത്യം എന്നൊരു പുതിയ വ്യവഹാരത്തിലേക്ക് അതിനെ ഉൾപ്പെടുത്തുന്നത് വഴിയാണോ എന്നൊരു ചോദ്യം വാസ്തവത്തിൽ ചോദിക്കണം. ഇപ്പോൾ ടെറി ഗിൽട്ടൺ ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പറയുന്നൊരു കാര്യം, എപ്പോഴാണ് ഇംഗ്ലീഷ് സാഹിത്യം ഒരു ആധികാരിക ജ്ഞാന മേഖലയായി ഉറച്ചത്, അല്ലെങ്കിൽ ഷേക്സ്പിയർ എപ്പോഴാണ് വിശ്വകവി ആയത്
ഈ ചോദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ആംഗ്ലോ സാക്സൺ മതം കൊണ്ട് ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയെ നിർണ്ണയിക്കാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്താണ് ഇംഗ്ലീഷ് ഐഡൻറ്റിറ്റി എന്നതിന് ആംഗ്ലോ സാക്സൺ മതം മതിയായിരുന്നു. പക്ഷേ 19-ാം നൂറ്റാണ്ട് പകുതിയായപ്പോഴേക്കും ഡാർവിൻ വന്നു, പരിണാമ സിദ്ധാന്തം വന്നു, വ്യവസായ വിപ്ലവം വന്നു, ശാസ്ത്രം വന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞതോടെ മുഴുവൻ ബ്രിട്ടീഷുകാർക്കും ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ഡൊമൈൻ എന്ന നിലയിൽ മതത്തിന് നിലനിൽക്കാൻ പറ്റാണ്ടായി. മുഴുവൻ ആളുകൾക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ബ്രിട്ടീഷ് ഐഡൻറ്റിറ്റിയുടെ ഒരാവിഷ്കാരം എന്ന നിലയിൽ പുതിയ ഒന്നിനെ കണ്ടെത്തേണ്ടി വന്ന സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഇംഗ്ലീഷ് സാഹിത്യം ഈ പദവി കൈയാളിക്കൊണ്ട് അവിടേക്ക് കയറി വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, 19-ാം നൂറ്റാണ്ട് അവസാനമായി യൂറോപ്പിലെ ഇംഗ്ലണ്ടിലെ പല സർവകലാശാലകളിലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയപ്പോൾ. ഞാൻ പണ്ട് മാരായസി പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഭരതൻ മാഷായിരുന്നു, വലിയ സ്കോളറാണ്. അപ്പോൾ ആ കോളേജ് ആരംഭിച്ചത് 1875-ലാണ്. അപ്പോൾ ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ ഒക്കെ ഈ 19-ാം നൂറ്റാണ്ട് അവസാനമായി എസ്റ്റാബ്ലിഷ് ചെയ്യുക ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ. അപ്പോൾ ഭരതൻ മാഷ് പറയുമായിരുന്നു, ഓക്സ്ഫോർഡിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങണേക്ക് മുമ്പ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ കോളേജാണ് ഇത് എന്ന് പറയുമായിരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഷേക്സ്പിയർ ഉണ്ട്. ഷേക്സ്പിയർ അതിനൊക്കെ മുമ്പ് 17-ാം നൂറ്റാണ്ടിൽ തന്നെ അതിപ്രസിദ്ധനാണ്. പക്ഷേ എന്തുകൊണ്ട് ഷേക്സ്പിയർ എന്ന ഒരു സാഹിത്യ കേന്ദ്രം 19-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഇംഗ്ലീഷ് ഭാഷയെ മുൻനിർത്തി വികസിച്ചു വരുന്നു എന്ന് ചോദിച്ചാൽ അത് സാഹിതീയം മാത്രമായ താല്പര്യങ്ങളാലല്ല, അതിന് സാമൂഹികവും ചരിത്രപരവും മറ്റുമായ നിരവധി. ഇതിൻ്റെ അർത്ഥം ഷേക്സ്പിയർ മോശക്കാരനാണെന്നൊന്നുമല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഇപ്പോൾ വാദിച്ച് അങ്ങനെയുണ്ട്, സാമ്രാജ്യത്വം ഉണ്ടാക്കിയതാണ് ഷേക്സ്പിയർ, അങ്ങനെയൊന്നുമല്ല. ഷേക്സ്പിയർ എഴുത്തിൻ്റെ അത്യുന്നത സ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷേ ഷേക്സ്പിയർക്ക് നാം ഇന്ന് കാണുന്ന പദവി മൂല്യം ഷേക്സ്പിയറുടെ എഴുത്തുകൊണ്ട് മാത്രം വരുന്നതല്ല, മറ്റ് ഘടകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആധുനിക ലോകം പിറവിയെടുക്കുന്ന സമയത്ത് ഉണ്ടായ ജ്ഞാനോദയത്തോടെ ഉണ്ടായി വരുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ, അക്കാലം വരെ കലാവസ്തുക്കളെ, സാഹിത്യകൃതികളാകട്ടെ, ചിത്രമാകട്ടെ, സംഗീതമാകട്ടെ, ശില്പങ്ങളാകട്ടെ, അതിനെല്ലാം നിർണയിച്ചുകൊണ്ടോ നിയന്ത്രിച്ചുകൊണ്ടോ അതിന് മുകളിൽ നിന്നിരുന്ന അതിഭൗതികമായ ഒരു ശക്തിവിശേഷ ഏതാണ്ട് പിൻവാങ്ങി, ദൈവാധികാരത്തിൻ്റെ മതാധികാരത്തിൻ്റെ. അങ്ങനെ ദൈവാധികാരത്തിൻ്റെയും മതാധികാരത്തിൻ്റെയും ഒരു അതിഭൗതിക സ്ഥാനം കലയുടെ മണ്ഡലത്തിൽ നിന്നും സാഹിത്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും പൊതുവെ മനുഷ്യ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നും പിൻവാങ്ങി തുടങ്ങുന്നതോടെ കലാവസ്തു അതിൽ തന്നെ പൂർണ്ണമാണ് എന്ന ഒരു വീക്ഷണം വന്നു. അതുവരെ കലാവസ്തു മറ്റതിലേക്ക് ഘടിപ്പിക്കപ്പെട്ടു, ദൈവത്തിലേക്കോ അതിഭൗതിക ആശയങ്ങളിലേക്കോ രാജാവിലേക്കോ മറ്റെന്തിലെങ്കിലോ. അതായത് ഒരു സ്വാശ്രിതമായ ഒരു സ്വയം പര്യാപ്ത വസ്തു, എ തിങ് ഇൻ ഇറ്റ് സെൽഫ് എന്ന് പറയാവുന്ന, അതിൽ തന്നെ പൂർണ്ണതയുള്ള, മറ്റൊന്നിനോട് ആശ്രിതമായി നിലനിൽക്കുന്നതിന് പകരം തന്നിൽ തന്നെ പൂർണ്ണമായ നിലനിൽപ്പുള്ള ഒരു വസ്തു എന്ന നിലയിലേക്ക് കല മനസ്സിലാക്കപ്പെടുന്നൊരു സന്ദർഭം കൂടിയാണ് ആധുനികത. അങ്ങനെ വന്നപ്പോൾ ഈ കലാവസ്തുവിനെ അതിനുള്ളിൽ, നേരത്തെ ദൈവത്തോടുള്ള ആഭിമുഖ്യമാണ്, രാജസ്തുതിയാണ്, പ്രദേശവർണ്ണനയാണ്, അങ്ങനെ നിരവധി ഘടകങ്ങളാണ്. ഇതെല്ലാം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലാവസ്തുവിനെ കലാവസ്തു ആക്കുന്ന അടിസ്ഥാന മൂല്യം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരാണ് വാസ്തവത്തിൽ എസ്തെറ്റിക് എന്നുള്ളത്, ലാവണ്യം. ഇത് 18-ാം നൂറ്റാണ്ട് അവസാനത്തോടെ ഈ സങ്കല്പന ഉയർന്നു വരികയും റോമൻ ബൊഗാട്ട് എന്ന് പറയുന്ന 18-ാം നൂറ്റാണ്ടിലെ ചിന്തകൻ എസ്തെറ്റിക് എന്നുള്ള സംജ്ഞയും എസ്തെറ്റിക്സ് എന്നുള്ള സൗന്ദര്യ ശാസ്ത്ര സങ്കല്പവും ഉയർത്തിക്കൊണ്ടുവരികയും ഇമ്മാനുവൽ കാന്റ് 18-ാം നൂറ്റാണ്ട് അവസാനവും 19-ാം നൂറ്റാണ്ട് ആദ്യവും അതിനെ ഒരു സവിശേഷമായ ദാർശനിക ഗണമാക്കി ഉറപ്പിക്കുകയും ചെയ്തു. 19-ാം നൂറ്റാണ്ട് വരെ ലാവണ്യം, സൗന്ദര്യം എന്ന മൂല്യം സവിശേഷമായൊരു സ്വയം പര്യാപ്ത മൂല്യമായി ഗണിക്കപ്പെടുന്നില്ല. തത്വചിന്തയിൽ അതൊരു പ്രധാന വിഷയമല്ല. എപ്പിസ്റ്റമോളജിയോ ഒണ്ടോളജിയോ പോലെ, ലോജിക്ക് പോലെ, അല്ലെങ്കിൽ എത്തിക്സ് പോലെ ഒരു നിർണായകമായ തത്വചിന്താ വിഷയമായി എസ്തെറ്റിക്സ് ഇല്ല. പക്ഷേ 19-ാം നൂറ്റാണ്ടായപ്പോൾ എസ്തെറ്റിക് പ്രധാനമായി. ഈ എസ്തെറ്റിക്കാണ് കല ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് വന്നു. അല്ലാതെ കല ഉൽപ്പാദിപ്പിക്കുന്നത് ദൈവബോധമല്ല, കല ഉൽപ്പാദിപ്പിക്കുന്നത് രാജാവിനോടുള്ള ഭക്തിയല്ല, കല ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് പുറത്തുള്ള എന്തെങ്കിലും ആശയമല്ല. കല ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് മാത്രം ജന്മം നൽകാൻ കഴിയുന്ന വിശേഷാനുഭൂതിയാണ്. ആ അനുഭൂതിയാണ് ലാവണ്യം. ഇങ്ങനെ ലാവണ്യത്തെ മുൻനിർത്തി കലാവസ്തുവിനെ മനസ്സിലാക്കുകയും കലാവസ്തുവിന് അതിൽ തന്നെ സ്വയം പര്യാപ്തമായ ഒരു നിലനിൽപ്പുണ്ട്, അതൊരു പരാശ്രിത സ്ഥാനമല്ല,
അത് മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല, അതിൽ തന്നെ നിലനിൽക്കാൻ കഴിയും എന്ന നിലയിലേക്ക് കലാവസ്തുവിനെ കുറിച്ചുള്ള, സാഹിത്യകൃതിയെക്കുറിച്ചുള്ള വീക്ഷണത്തിലെ നിർണായകമായൊരു വഴിത്തിരിവാണ് ആധുനികതയോടൊപ്പം ഉണ്ടായത്. ഇങ്ങനെ വഴിത്തിരിവ് വന്നതോടെ ഓരോ കലാവസ്തുവിൽ നിന്നും ആ കലാവസ്തുവിനെ അനന്യമായൊരനുഭവത്തിൻ്റെ, അതുമാത്രം പ്രദാനം ചെയ്യുന്ന ഒരനുഭവത്തിൻ്റെ മേഖലയാക്കി മാറ്റുന്നതെന്ത് എന്ന ചോദ്യം ചോദിക്കാം, അതിനുത്തരം കണ്ടെത്താം. ഈ ഉത്തരമാണ് നിരൂപണമായി മാറിയത്. ഈ കലാവസ്തു എന്താണ്, അതെങ്ങനെയാണ് സവിശേഷമായൊരു അനുഭൂതി പ്രദാനം ചെയ്യുന്നത്, ആ അനുഭൂതിയെ നിർമ്മിക്കുന്നതിൽ ഏതേത് ഘടകങ്ങൾ ഏതെല്ലാം അനുപാതങ്ങളിൽ പ്രവർത്തിക്കുന്നു, അവയുടെ ആകത്തുക എന്ന നിലയ്ക്ക് സൗന്ദര്യാനുഭവം എങ്ങനെ സംജാതമാകുന്നു. മാരാര് വെറുതെ പറഞ്ഞതല്ല. മഹാഭാരതത്തിൻ്റെ രസം ശാന്തമാണെന്ന് പറയുന്നതോടെ അത് കലാവസ്തുവിൻ്റെ അനന്യമായൊരനുഭവത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നിരൂപണമാവില്ല. എങ്ങനെയാണ് ഒരു കൃതി സവിശേഷമായൊരു അനുഭവമൂല്യത്തെ സൃഷ്ടിക്കുന്നത് എന്നത് ആ കൃതിയെ തന്നെ മുൻനിർത്തി വിശദീകരിക്കണം. ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനാവില്ല. അല്ലെങ്കിൽ ഒരു ദിവസം കാലത്ത് വെളിപാട് വന്നപ്പോൾ ഒരാൾ പുസ്തകം എഴുതി, അതുകൊണ്ട് കൃതി ഗംഭീരായിപ്പോയി എന്ന് പറഞ്ഞാൽ വിമർശനാവില്ല. അതെല്ലാം പഴയ വിശ്വാസത്തിൻ്റെ അകത്ത് പോകും. അതായത് ഒരു കലാവസ്തു, ഇപ്പം സാഹിത്യം എടുത്താൽ സാഹിത്യത്തിൻ്റെ നിർമ്മാണ സാമഗ്രികൾ എന്ന് ആധുനികത കരുതുന്ന ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. 1 ഭാഷ, 2 രൂപസംവിധാനം, 3 ശൈലീവിശേഷങ്ങൾ, 4 ഒരു ഓതർ, 5 അതെഴുതപ്പെടുന്ന സന്ദർഭം. റോമൻ ജാക്കോബ്സന്റെ വളരെ പ്രസിദ്ധമായ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പോൾ ഭാഷയെയും രൂപസംവിധാനത്തെയും ശൈലിയെയും അതുപോലെ ഗ്രന്ഥകാരനെയോ ഗ്രന്ഥകാരിയെയും അതുപോലെ രചനാ സന്ദർഭത്തെയും നമ്മൾ സാഹിത്യകൃതിയിൽ സന്നിവേശിപ്പിക്കുന്നു. ഇത്ര മാത്രമേ സാഹിത്യത്തിലുള്ളൂ എന്നല്ല കേട്ടോ ഞാൻ പറയണത്. സാഹിത്യത്തിൽ ഇതല്ലാത്ത പലതുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കലാചിന്തകന്മാരിൽ ഒരാളായിരുന്നു ജോൺ ബർജർ. ബർജർ വളരെ സവിശേഷമായൊരു രചനാശൈലിയുള്ള ആളായിരുന്നു. നമ്മുടെ ഈ ബൈബിളിലെയൊക്കെ സുഭാഷിതങ്ങളുണ്ടല്ലോ, സുഭാഷിത ഭാഷയിലാണ്, അഫോറിസംസിൻ്റെ ഭാഷയിലാണ് മൂപ്പര് എഴുതുക. വിസ്തരിക്കൊന്നുമില്ല, ചെറിയ വാക്യങ്ങൾ, നീഷ എഴുതുന്നത് പോലെയുള്ള വാക്യങ്ങളാണ്. ഒറ്റ വാക്യം എഴുതുള്ളൂ, മെൻ ലുക്ക് വിമൻ അപ്പിയർ. ഇത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേട്ടോ ലോറാമൾവി ആ ലേഖനം എഴുതിയത്. ലോറാമൾവിയുടെ മെയിൽ ഗേസിനെ കുറിച്ചുള്ള ലേഖനം വരുന്നതിന് 5 കൊല്ലം മുമ്പ് ബർജർ പറയുന്നുണ്ട്, മെൻ ലുക്ക് വിമൻ അപ്പിയർ. ആണുങ്ങൾ നോക്കുന്നു, സ്ത്രീകൾ കാഴ്ചയാവുന്നു. ഇത് നോട്ടം എന്ന് പറയുന്നതിൻ്റെ ഐഡിയോളജിയെക്കുറിച്ചുള്ള ഏറ്റവും സംഗ്രഹം രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാം മൂപ്പര്. അപ്പോൾ മൂപ്പരോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു ശൈലി കണ്ടെത്താൻ കാരണം, എങ്ങനെ ഈ ഒരു ശൈലിയിലേക്ക് എത്തിയത്? അപ്പോൾ പുള്ളി പറഞ്ഞത്, ഞാൻ ഒരു പത്രത്തിൻ്റെ ഞായറാഴ്ച സപ്ലിമെൻറ്റിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അവർ 1/3 പേജേ തരുള്ളൂ. ആ പേജിൽ പറയണമെങ്കിൽ, അത്രയും സ്ഥലത്ത് പറയണമെങ്കിൽ ഇങ്ങനെ എഴുതണമെന്നാണ്. നോക്കൂ, നിങ്ങൾ ശൈലിയെക്കുറിച്ചുള്ള ഒരാലോചനയിലും ഈ പ്രശ്നം വരില്ല. ശൈലി മാനവസത്തയാണ്, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും. പത്രസ്ഥലം ഇല്ലാഞ്ഞിട്ടാണ് ശൈലി ഇങ്ങനെയായിപ്പോയെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ആകാം. അതുകൊണ്ട് നമ്മൾ സാഹിത്യത്തിൽ സാഹിതീയമായ ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത് താരതമ്യേന വളരെ കുറഞ്ഞ ഒരു കാര്യമാണ്. അത് ആദ്യം മലയാളിയോട് പറഞ്ഞ ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. സാഹിത്യം ഒരു പണിയാണ്, അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അല്ലാതെ അത് സാഹിത്യവും അനുഭവവും മാത്രമൊന്നുമല്ല. സാഹിത്യം എഴുതുന്ന ആളുകൾക്കും നിരൂപണത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കും ബഹുവിജ്ഞാന തലം വേണം എന്നൊക്കെ അദ്ദേഹം അക്കാലത്ത് പറഞ്ഞു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യകൃതികൾ വായിച്ച് രസിക്കാൻ അറിയാത്ത ഒരു ഉണക്ക ശാസ്ത്രിയാണ് കേസരി ബാലകൃഷ്ണപിള്ള എന്നെല്ലാവരും കൂടി തീരുമാനിക്കുകയും ചെയ്തു. കേസരി അങ്ങനെ വിളിച്ചിരുന്നത്. എൻ കൃഷ്ണപിള്ള വരെ അങ്ങനെ സൂചനാരൂപത്തിൽ എഴുതുന്നുണ്ട്, സാഹിത്യകൃതികളുടെ ഹൃദയരഹസ്യം അദ്ദേഹത്തിന് വേണ്ട പോലെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല എന്ന്. ഹൃദയരഹസ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഹൃദയരഹസ്യമല്ല, അത് പലമാതിരി പണികൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണെന്നാണ് കേസരി വാസ്തവത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൻ്റെ അവതാരിക നോക്കിയാൽ അറിയാം. ചങ്ങമ്പുഴയുടെ ശൈലി എങ്ങനെയാണ് കൃഷ്ണഗാഥയിൽ നിന്ന് പരിണമിച്ച് ചങ്ങമ്പുഴയിലെത്തുന്നത് എന്ന് വാസ്തവത്തിൽ ഒരു കാവ്യശൈലിയുടെ വംശാവലി ചരിത്രം എന്ന് പറയാവുന്ന ഒരേ ഒരു വിശദീകരണം ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിന് കേസരി എഴുതിയ വിമർശനമാണ്.
വേറൊരാൾ, നമ്മൾ ശൈലി എന്ന് പറയുന്നത് ഒരാളുടെ ഒരു സ്വതന്ത്രമായ ആവിഷ്കാരമാണ്. ഒ യു വിജയൻ്റെ ശൈലി, സി വി രാമപിള്ളയുടെ ശൈലി, അല്ലെങ്കിൽ ബഷീറിൻ്റെ ശൈലി എന്ന് പറഞ്ഞ് നമ്മൾ ആ വ്യക്തിയോട് ചേർക്കുന്നു. അതൊരു രീതിയാണ്. എഡ്വേർഡ് ബഫന്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, സ്റ്റൈൽ ഈസ് ദ മാൻ. കേസരി പറഞ്ഞ് ശൈലി മനുഷ്യൻ ഒരാളൊന്നുമല്ല. ശൈലി എന്ന് പറയാം, അദ്ദേഹം ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഒരു കാലഘട്ടം രൂപപ്പെടുത്തിയ മനുഷ്യാനുഭവത്തിൻ്റെ സവിശേഷമായ ആവിഷ്കാരമാണ് ശൈലി. അതുകൊണ്ട് ശൈലി എന്ന് പറയുന്നത് ഒരാളുടെ പ്രശ്നമൊന്നുമല്ല. ശൈലി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ബന്ധം കൂടിയായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 19-ാം നൂറ്റാണ്ട് അവസാനത്തോടെ ഇന്ത്യയിലും 19-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് അവസാനത്തോടെ യൂറോപ്യൻ ഭാഷാ സാഹിത്യത്തിലുമെല്ലാം സാഹിത്യകൃതി മതത്തോടോ രാജവാഴ്ചയോടോ നാടുവാഴുത്ത ബന്ധങ്ങളോടോ അതിഭൗതികമായ ഇതര ശക്തിവിശേഷങ്ങളോടോ കെട്ടുപിണയാത്ത, അതിൽ തന്നെ പൂർണ്ണതയുള്ള ഒരു സ്വതന്ത്ര വസ്തുവാണ് എന്ന് മനസ്സിലാക്കപ്പെടാൻ തുടങ്ങുകയും ആ സ്വതന്ത്ര ഉള്ളടക്കമാണ് കലയെ കലയാക്കി മാറ്റുന്നത് എന്ന വിശദീകരണം ഉണ്ടായി വരികയും ചെയ്തു. ഇപ്പോൾ വാൾട്ടർ പേറ്റർ കല കലയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് നമ്മൾ സാമാന്യേന വലിയ തോതിൽ വിമർശിക്കുന്ന ഒരാശയമാണ്. അത് ശരിയുമാണ്, ആ വിമർശനം ശരിയുമാണ്. പക്ഷേ കല കലയ്ക്ക് വേണ്ടി എന്ന് വാൾട്ടർ പേറ്റർ പറയുന്ന സന്ദർഭത്തിലുള്ള ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ, കല രാജാവിന് വേണ്ടിയല്ല എന്നാണ്. കല രാജാവിന് വേണ്ടിയല്ല, കല ദൈവത്തിന് വേണ്ടിയല്ല, കല മതത്തിന് വേണ്ടിയല്ല, കല അത് പകരുന്ന അനുഭവത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയാൽ കല കലയ്ക്ക് വേണ്ടി എന്നുള്ള വാദത്തിൽ കലയുടെ ആധുനികമായൊരു സ്വത്വ സംസ്ഥാപനമുണ്ട്. കലയെ മറ്റൊന്നിൻ്റെ ആശ്രിത സ്ഥാനത്ത് നിർത്തുന്നതിന് പകരം കലയ്ക്ക് അതിൻ്റേതു മാത്രമായൊരു സ്വയം പര്യാപ്ത മണ്ഡലമുണ്ട് എന്ന് പറയുകയും ഈ സ്വയം പര്യാപ്തതയുടെ കാര്യകാരണങ്ങളെ അതിനുള്ളിൽ നിന്ന് തന്നെ, കലാവസ്തുവിനുള്ളിൽ നിന്ന് തന്നെ നിർദ്ധാരണം ചെയ്തെടുക്കുകയും ചെയ്യുക എന്നതുവഴിയാണ് വിമർശനം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിമർശനം ആധുനികമാണെന്ന് പറഞ്ഞത്. അത് അച്ചടി വന്നു, പത്രമാസികകൾ വന്നു, ഗദ്യം വികസിച്ചു, അതിലൂടെ വിമർശനം ഉണ്ടായി എന്ന് പറയുന്നിടത്ത് അവസാനിക്കുന്നില്ല. അതെല്ലാം ശരിയാണ്. പത്രവും അച്ചടിയും പത്രമാസികകളും ഗദ്യവ്യാപനവും യുക്തിബോധവും എല്ലാം കൂടി ചേർന്നിട്ടാണ് വിമർശനം ഉണ്ടായത്. പദ്യത്തിൽ വിമർശനമൊന്നും ഉണ്ടായിട്ടില്ല. കുഞ്ഞുകുട്ടൻ തമ്പുരാനൊക്കെ ചില തമാശ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ഒഴിച്ചാലും പദ്യത്തിൽ പൊതുവേ വിമർശനമില്ലല്ലോ. വിമർശനം അടിസ്ഥാനപരമായൊരു ഗദ്യാവിഷ്കാരമാണ്. ഗദ്യമാണെങ്കിൽ ആധുനികതയോടൊപ്പമാണ് ലോകത്തെല്ലാ ഭാഷകളിലും വികാസം പ്രാപിച്ചത്. ആ നിലയ്ക്ക് ഗദ്യത്തോടും യുക്തിയോടും അച്ചടിയോടും ഒക്കെ ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് വിമർശനത്തെ കാണാം. അത് തെറ്റുമല്ല. പക്ഷെ വിമർശനം ആഴത്തിൽ ആധുനികമായിരിക്കുന്നത് സാങ്കേതികമായി ഈ ഘടകങ്ങളെ മുൻനിർത്തി മാത്രമല്ല, മറിച്ച് കലയെക്കുറിച്ചുള്ള പുതിയൊരു വീക്ഷണം ആ സങ്കല്പത്തിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത്. ആ വീക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാവസ്തു, സാഹിത്യകൃതി അതൊരു സ്വയം പര്യാപ്ത മണ്ഡലമാണ്. ആ സ്വയം പര്യാപ്ത മണ്ഡലം നമുക്ക് നൽകുന്ന അനുഭവമൂല്യമാണ് ലാവണ്യം. ഈ ലാവണ്യം കലാവസ്തുവിൽ എങ്ങനെ സന്നിഹിതമാകുന്നു, ഈ ലാവണ്യാനുഭവത്തിലേക്ക് കലാവസ്തു നമ്മെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്ത് എന്ന് ആ കലാവസ്തുവിനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിശദീകരിക്കലാണ്. ഇങ്ങനെ പുതിയ ഒരു ലോക സന്ദർഭവും ആ ലോക സന്ദർഭം ജന്മം നൽകിയ കലയെക്കുറിച്ചുള്ള വീക്ഷണഗതിയും ചേർന്നാണ് വാസ്തവത്തിൽ സാഹിത്യ വിമർശനം എന്നത് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ ഭാഷകളിലും 20-ാം നൂറ്റാണ്ടോടെ ഇന്ത്യൻ ഭാഷകളിലുമൊക്കെ ഒരു ആധുനിക ഗണമായത്. ഇതിൻ്റെ പ്രാരംഭം എന്ന നിലയ്ക്കാണ് വാസ്തവത്തിൽ ഗുണദോഷ നിരൂപണത്തെയോ അതിൻ്റെ എക്സ്റ്റൻഷൻ പോലെയുള്ള ഖണ്ഡനമണ്ഡനങ്ങളെയോ നമുക്ക് ആധുനികമായ കലാനിരൂപണം എന്ന്, സാഹിത്യ നിരൂപണം എന്ന് പരിഗണിക്കുന്നതിൽ പരിമിതിയുണ്ട്. കാരണം അത് വാസ്തവത്തിൽ വിജയമാഷ് മുണ്ടശ്ശേരി മാഷെക്കുറിച്ച് എഴുതുമ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്, ഈ തനിക്ക് തിരുത്താനുള്ള നോട്ട് ബുക്കാണ് കവി എഴുതുന്നത് എന്നൊരു തെറ്റിദ്ധാരണ മുണ്ടശ്ശേരിക്ക് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അത് വിമർശകന്മാർക്ക് പൊതുവേ ഉള്ള ഒരു തോന്നലാണ്. ഞാൻ 2 തിരുത്തലും കൂടി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കവിത ശരിയാവുന്നു. മൂപ്പര് കവിത എഴുതിയാൽ പിന്നെ കവിതയെ ബാക്കി ഉണ്ടാവില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അങ്ങനെ അക്ഷരത്തെറ്റ് അല്ലെങ്കിൽ വാക്യഘടന തിരുത്തലോ അക്ഷരത്തെറ്റ്, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വാക്യഘടന? ഇപ്പം ഹാ പുഷ്പമേ എന്ന് തുടങ്ങുന്ന സമയത്ത് ആശാനീ നിരർത്ഥക ശബ്ദങ്ങൾ ഇത്ര വ്യാപകമായി ഉപയോഗിക്കുന്ന സമയത്ത് അന്നത്തെ ഒരു കൂട്ടം നിരൂപകർ കരുതിയിരുന്നത് ആശാന്
വൃത്തഭദ്രതയോടെ എഴുതാൻ അറിയാത്തത് കൊണ്ട് ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഹാ അഹഹ ഹൈ അന്താന്നൊക്കെ എഴുതി ചേർക്കുന്നു എന്നാണ്. ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അക്കാലത്ത്. പക്ഷെ ആശാൻ പുതിയൊരു അനുഭവ മണ്ഡലം കൊണ്ടുവരികയാണ്. ആശാൻ വാസ്തവത്തിൽ ഹാന്ന് എഴുതി തുടങ്ങുന്നതോ ഐന്ന് എഴുതുന്നതോ അഹഹാന്ന് എഴുതുന്നതോ അവിടെ വേറൊരു വാക്ക് വയ്ക്കാൻ പറ്റാഞ്ഞിട്ടല്ല, മറിച്ച് ഭാഷ കൊണ്ട് തെളിയാത്തൊരു അനുഭവ മണ്ഡലത്തെ കവിതയിൽ കൊണ്ടുവരണം എന്ന് കരുതുകയും അനുഭവത്തിൻ്റെ പുതിയൊരു ഘടനയെ വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വിജയമാഷ് ബഷീറിനെ കുറിച്ച് പറയുമല്ലോ, അനുഭവത്തിൻ്റെ ഒരു പുതിയ ഭൂഖണ്ഡം. ഈ ഭൂഖണ്ഡം വരുന്നതോടെ ഭാഷ മാറും, രചനാരീതി മാറും. ലാളിച്ചു പെറ്റ ലത, അങ്ങനെ ലാളിച്ചു പ്രസവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗുണദോഷ നിരൂപണമാണ്. അത് വാക്യഘടനയുടെ ചേർച്ച കൊണ്ട് കവിത ശരിയാവുമോ ഇല്ലയോ എന്നുള്ള പരിശോധനയാണ്. അവിടെ നിന്ന് വളരെ വ്യത്യസ്തമാണ് AR നളിനിയിൽ നടത്തുന്ന ഇടപെടൽ. AR നളിനിയിൽ പറഞ്ഞ ചെറിയ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ശൃംഗാരം എന്ന് പറയുന്നത്? സാധാരണ നിലയിൽ അതൊരു രാജസഭാവത്തിലാണെങ്കിൽ സാത്വിക പ്രകൃതിയുള്ള ശൃംഗാരത്തെയാണ് ഈ നളിനി നമുക്ക് മുമ്പിൽ തരുന്നത്. അത് ആ കൃതിയുടെ അനന്യമായ ഒരടിസ്ഥാന സ്വഭാവമായി. അതിനെ വളരെ വിസ്തരിച്ചൊന്നും AR പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ അക്കാലം വരെ നമ്മുടെ നിരൂപണം ഒരു സാഹിത്യകൃതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും പോരായ്മകളും മികവുകളും ഒക്കെ എടുത്തു പറഞ്ഞ് എണ്ണിത്തിട്ടപ്പെടുന്ന ഒരു സാങ്കേതിക പരിപാടിയായിരുന്നുവെങ്കിൽ AR ആദ്യത്തെ ചുവട് വയ്ക്കുന്നത് ആ കൃതിയുടെ ഹൃദയത്തിലേക്കാണ്. എന്താണ് ഈ കൃതി, അഥവാ എന്താകണം ഈ കൃതി? എന്താണെന്ന് നളിനി വായിച്ചെല്ലാവരും AR വായിച്ച പോലെ വായിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ AR ആ കൃതിയെ പുതിയൊരു അനുഭവസ്ഥാനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നിരൂപണം എന്ന് പറയുന്നത് തൻ്റെ ബോധ്യങ്ങളെ ഒരു കൃതിയിൽ സന്നിവേശിപ്പിക്കുന്ന ഏർപ്പാട് കൂടിയാണ്. അല്ലാതെ അതിലുള്ളത് ഇങ്ങോട്ട് വായിക്കുക മാത്രമൊന്നുമല്ല, തൻ്റെ ബോധ്യങ്ങളെ അങ്ങോട്ട് സന്നിവേശിപ്പിക്കുക കൂടി ചെയ്യുന്നു. എന്തായാലും AR ചെയ്തൊരു കാര്യം, ഈ കവിതയുടെ ലാവണ്യാത്മകത എന്ന് പറയുന്നതിനെ അദ്ദേഹം കവിതയുടെ കേന്ദ്രമായി കാണുകയും ഇതര ഘടകങ്ങളെയൊക്കെ അനുബന്ധ സാമഗ്രികളാക്കി കാണുകയും ചെയ്തു. ആ ഇതര ഘടകങ്ങളിൽ നിങ്ങൾക്ക് രസവിജ്ഞാനത്തെ ഉപയോഗിക്കാം, കവിശിക്ഷാസങ്കല്പത്തെ ഉപയോഗിക്കാം, വ്യാഖ്യാന പദ്ധതികളെ ഉപയോഗിക്കാം. പക്ഷെ അതെല്ലാം അനുബന്ധങ്ങളാണ്, കേന്ദ്രമല്ല. കേന്ദ്രം അനുഭൂതിയാണ്. ഇങ്ങനെ അനുഭൂതി എന്ന് പറയുന്ന ഒന്നിനെ സാഹിത്യാനുഭൂതി എന്നോ കലാനുഭൂതി എന്നോ സൗന്ദര്യാനുഭൂതി എന്നോ ഒക്കെ നാം പറയുന്ന, മലയാളത്തിൽ ലാവണ്യമെന്നും ഇംഗ്ലീഷിൽ നമ്മൾ പലപ്പോഴും എസ്തറ്റിക് എന്നും ചുരുക്കി പറയുന്ന ഒരു അനുഭവ മണ്ഡലമാണ് കലയുടെ കേന്ദ്രം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് വിമർശനം. അത് ഗുണദോഷ നിരൂപണം പോലുള്ള ഏർപ്പാടുകളല്ല എന്നിടത്തേക്ക് ഇത് നീങ്ങുന്നു. പിന്നെ ഞാനിത് മുഴുവൻ അങ്ങനെ ക്ലാസ് പോലെ പറയാൻ മുതിരുന്നില്ല. പിന്നെ ഈ നോട്ടം, ഈ സൗന്ദര്യാനുഭവം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങളായിട്ട് മാറിത്തീരുന്നു. ഇപ്പം രൂപസംവിധാനമാണ് കലയുടെ അനുഭൂതിയുടെ കാതൽ എന്നാണ് ഫോർമലിസ്റ്റുകൾ കരുതിയത്. അവർ ലിറ്റററിനെസ്, സാഹിതീയത എന്ന് പറയുന്നത് ഭാഷയുടെ സവിശേഷമായ ചില പ്രയോഗങ്ങളാണ്, പ്രമേയമല്ല. ഭാഷയുടെ വിന്യാസ രീതിയാണ് സാഹിതീയതയുടെ അടിസ്ഥാനം എന്ന നിലയിൽ ഫോർമലിസ്റ്റ് നിരൂപണം വന്നു. സോഷ്യോളജിക്കൽ ക്രിറ്റിക്സ് ആകട്ടെ ഒരു കൃതി എഴുതപ്പെടുന്ന കാലത്തിൻ്റെ സമൂഹ ബന്ധങ്ങളെ സംഗ്രഹിക്കാനായിട്ട് ഒരു കൃതിക്ക് എത്രത്തോളം കഴിയുന്നു എന്നതാണ് അതിൻ്റെ മൂല്യനിർണ്ണയത്തിൻ്റെ അനുഭവമണ്ഡലത്തിൻ്റെ ആധാരമായിട്ട് കണ്ടത്. ശൈലീ വിജ്ഞാനം ഭാഷാ ശൈലിയെ സാഹിതീയതയുടെ ആധാരമായിട്ട് കണ്ടു. ഭാസ്കരൻ നായരെ പോലുള്ളവരാകട്ടെ അതിഭൗതികമായ ഒരു ആത്മീയ മൂല്യത്തിലേക്ക് കലാവസ്തു നമ്മെ കൊണ്ടുപോകണം എന്ന് കരുതുകയും അതിന് പ്രാപ്തമാണോ കല എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇങ്ങനെ പല ചോദ്യങ്ങൾ. മാരാര് ചെയ്തെന്താണ്? മാരാര് കലയെ സംബന്ധിച്ചൊരു മാനദണ്ഡം ഉണ്ടാക്കി. മാരാര് പറഞ്ഞു അതൊരു ധാർമ്മിക ശക്തിയായിട്ട് കല പ്രവർത്തിക്കണം. ധാർമ്മിക ശക്തി അല്ലാത്ത കല മികച്ചതല്ല എന്ന് ടോൾസ്റ്റോയിയെ പോലെ മാരാരും കരുതുന്നു. അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുന്ന സമയത്ത് മാരാര് അതിനിശിതമായ വിമർശനം നമ്പ്യാർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. സംസ്കാര ദൂഷകനായ കവിപരിഷ എന്ന് മാരാര് നമ്പ്യാരെ വിമർശിക്കുന്നത് ഈ രൂപത്തിലാണ്. കാരണം കലാവസ്തു, ഇപ്പോൾ മാരാര് പറയുന്നുണ്ട്, ഭീമനും ഹനുമാനും തമ്മിലുള്ള കല്യാണ സൗഗന്ധത്തിലെ സംവാദം എന്ന് പറയുന്നത് ഗഹനമായ ജീവിതാർത്ഥത്തെക്കുറിച്ചുള്ള വലിയൊരു ധാർമ്മിക സംവാദമാണ്. അതെവിടെ? രണ്ട് മർക്കട പ്രകൃതികൾക്കിടയിലെ കടിപിടിയായിട്ട് അതിനെ മാറ്റിയ ഈ കവി എവിടെ? സംസ്കാരദൂഷകനായ ഈ കവിപരിഷയെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ്
എന്ന് മാരാർ എഴുതുന്നുണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരാരെ സംബന്ധിച്ച് കവിത എന്ന് പറയുന്നത്, കലാവസ്തു എന്ന് പറയുന്നത് അന്തിമമായി ജീവിതത്തെ നീതിനിഷ്ഠമായോ ധാർമ്മികമായോ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നായിരിക്കണം. അതിനപ്പുറം ഇപ്പുറമുള്ളത് മാരാരെടുക്കില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്വയം പര്യാപ്ത സാമഗ്രി എന്ന നിലയിൽ കലാവസ്തുവിനെ കാണുകയും ഈ സ്വയം പര്യാപ്തതയെ തങ്ങളുടേതായ സവിശേഷ ബോധ്യങ്ങളെ മുൻനിർത്തി, അത് രൂപസംവിധാനമാകാം, അത് ശൈലിയാകാം, അത് സമൂഹ ബന്ധങ്ങളാകാം, അത് വർഗപരമായ വൈരുദ്ധ്യങ്ങളാകാം, അത് മനോഘടനയാകാം. ഇപ്പം മനഃശാസ്ത്ര നിരൂപണം ഇതിൻ്റെ പ്രഭവമായിട്ട് കാണുന്നത് മനോഘടനയാണ്. വിജയമാഷും അതുപോലെ ലീല ടീച്ചറും ഒക്കെ അത്തരത്തിലുള്ള, അല്ലെങ്കിൽ ഏണസ്റ്റ് ജോൺസിനെ പോലെയും ഫ്രോയിഡിനെ പോലെയുമുള്ള ആളുകളൊക്കെ കലയെ അബോധത്തിൻ്റെ പലതരത്തിലുള്ള പ്രത്യക്ഷീകരണങ്ങളായിട്ട് കാണുന്നു. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരൂപണം ഭിന്ന വഴികളിൽ, രൂപമാത്ര നിരൂപണമാകാം, സാമൂഹ്യശാസ്ത്ര നിരൂപണമാകാം, മനഃശാസ്ത്ര നിരൂപണമാകാം, സൗന്ദര്യാത്മക നിരൂപണമാകാം. ഇതിനെല്ലാം പിന്നിൽ ഒരു പൊതു തത്വമുണ്ട്. ആ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാവസ്തുവിന് അതിൻ്റെ മാത്രമായ ഒരനുഭവ മൂല്യമുണ്ട്. ഈ അനുഭവ മൂല്യത്തെ എങ്ങനെ വിശദീകരിക്കാം എന്നതാണ് വാസ്തവത്തിൽ കലയെ സംബന്ധിക്കുന്ന ഒരു വീക്ഷണഗതിയായിട്ട് നിരൂപണം ഉയർത്തിക്കൊണ്ടുവന്നത്. ഞാൻ ഇത്രയും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് പുറമേക്ക് ഭിന്നപ്രകാരങ്ങളിലാണ് ഈ നിരൂപണങ്ങളൊക്കെ ഒന്ന് കരുതിയാലും അവയ്ക്കുള്ളിൽ അടിസ്ഥാനപരമായ ഒരു പൊതു തത്വം സന്നിഹിതമായിട്ടുണ്ട്. അത് കലാവസ്തു ഒരു സ്വയം പര്യാപ്ത സാമഗ്രിയാണ് എന്നതാണ്. ഇത് ഏതാണ്ട് മലയാള നിരൂപണത്തിൽ 1920 മുതൽ ഏതാണ്ട് ഒരു 90 വരെ 7-8 പതിറ്റാണ്ട് കാലം മലയാള നിരൂപണത്തിലെ ഒരു ഡോമിനൻ്റ് വേർഷൻ എന്ന് പറയാവുന്നത് ഇതാണ്. ഇതങ്ങനെയല്ല എന്ന് അക്കാലത്ത് പറയാൻ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ഇത് അക്കാലത്ത് തന്നെ പറയുന്നുണ്ട്, കലാവസ്തുവിൽ സന്നിഹിതമായിരിക്കുന്നു എന്ന് പറയുന്ന സൗന്ദര്യാനുഭവം വാസ്തവത്തിൽ കലാവസ്തുവിൻ്റെതല്ല. കേസരി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശരിയായ നിരൂപണം എന്താണ്, നല്ല നിരൂപണം എന്താണ്, സാങ്കേതിക നിരൂപണമാണ് എന്ന്. സാങ്കേതിക നിരൂപണം എന്ന് പറയുന്നിടത്ത് കേസരി ഉദ്ദേശിക്കുന്നത് സൗന്ദര്യാനുഭൂതിയെ നിരസിക്കലല്ല. സൗന്ദര്യാനുഭൂതി എന്നത് രൂപസംവിധാനവും ഭാഷയും മുതൽ മനോഘടനയും നരവംശപ്രകൃതവും വരെ പങ്കുചേർന്ന് നിർമ്മിച്ചെടുക്കുന്ന ഒരു അനുഭവ മണ്ഡലമാണ് സൗന്ദര്യാനുഭൂതി. അത് അദ്ദേഹം പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നടത്തുന്ന പഠനത്തിൽ പറയുന്നുണ്ട്. സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൻ്റെയും നിമിഷത്തിൻ്റെയും കടത്തുവഞ്ചിയുടെയും ഒക്കെ അവതാരികകളിൽ എങ്ങനെയാണ് ഒരു സവിശേഷ പ്രസ്ഥാനം ഒരനുഭവ ഘടനയായി നിലവിൽ വരുന്നത് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുകയും തൻ്റേതായ നിലയിൽ അദ്ദേഹം അതിന് ഉത്തരം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഇന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കലാവസ്തുവിനെ സ്വയം പര്യാപ്തമായ ഒരനുഭവ മേഖലയായി കാണുന്ന വീക്ഷണഗതിയെ മലയാള നിരൂപണം ഉപേക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. പുരോഗമന പ്രസ്ഥാനം ഇത് ചെയ്തിട്ടുണ്ട്. പുരോഗമന പ്രസ്ഥാന വർഗബന്ധങ്ങളിലേക്ക് സാഹിത്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും സാമൂഹികമായ വർഗസംഘർഷങ്ങളെ ഈ പറയുന്ന കലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പുരോഗമന പ്രസ്ഥാനം പരിഗണിക്കാതെ പോയ ഒരു ഘടകം രൂപം എന്നതാണ്. രൂപത്തെക്കുറിച്ചുള്ള മൗലികമായ പരിഗണന പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമന സാഹിത്യത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിനകത്ത് അത്ര പ്രബലമായിരുന്നില്ല. രൂപവിചാരം എന്നതൊരു ഫോർമലിസ്റ്റ് ഏർപ്പാടാണ് എന്നാണ് അന്ന് കരുതിയിരുന്നത്. ലൂക്കാച്ച് പറയുന്നുണ്ട്, ഒരു സമൂഹത്തിൻ്റെ ചരിത്രബന്ധങ്ങൾ ഒരു കലാവസ്തുവിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നത് രൂപത്തിലാണ്. ആ വാക്യം ഉദ്ധരിച്ചിട്ട് ടെറി ഈഗിൾട്ടൺ പറയുന്നത്, ഒരു മാർക്സിസ്റ്റ് ഇങ്ങനെ ഒരു വാക്യം എഴുതുമെന്ന് സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കില്ല, പക്ഷേ ലൂക്കാച്ച് എഴുതിയിട്ടുണ്ട്. കാരണം രൂപം എന്ന് പറയുന്നത് ഏറ്റവും ആഴത്തിൽ ചരിത്രം സന്നിഹിതമായിരിക്കുന്ന ഒരു സ്ഥാനമാണ്. ഫെഡറിക് ജെയിംസൺ രൂപത്തെ വിളിക്കുന്നത് സെഡിമെൻറ്റഡ് കണ്ടന്റ് എന്നാണ്, ഊറിക്കൂടി നിൽക്കുന്ന ഉള്ളടക്കം. ഇപ്പോൾ ഒരു ഭാവഗാനം എന്ന് പറയുന്നത് ആ ഭാവഗാനത്തിനകത്ത് നിങ്ങൾ എഴുതി ചേർക്കുന്ന 12-15 വരിയല്ല, മറിച്ച് ഭാവഗാനം എന്ന രൂപം അതിൻ്റെ ഡിക്ഷനെ നിർണ്ണയിക്കുന്നുണ്ട്, അതിൻ്റെ വൊക്കാബുലറിയെ നിർണ്ണയിക്കുന്നുണ്ട്, അത് പകരാൻ ശ്രമിക്കുന്ന അനുഭവത്തെയും നിർണ്ണയിക്കുന്നുണ്ട്. ഭാവഗാനത്തിനകത്ത് നിങ്ങൾക്ക് ചിന്താവിഷ്ടയായ സീത ഉണ്ടാക്കാൻ പറ്റില്ല. ഗണകാവ്യത്തിനകത്ത് നിങ്ങൾക്ക് പാവം മാനവ ഹൃദയം ഉണ്ടാക്കാൻ പറ്റില്ല. രൂപം എന്നത് നിങ്ങൾക്ക് അനുഭവങ്ങൾ കോരി നിറയ്ക്കാനുള്ള ഒരു പാത്രമല്ല. രൂപം എന്നത് അനുഭവ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് ഈ രൂപത്തെ കൂടി നോക്കിക്കൊണ്ടല്ലാതെ
രൂപത്തെ തന്നെ ചരിത്രപരവും സാമൂഹികവുമായ ഒരു ബന്ധവും സംഘർഷവും എന്ന നിലയിൽ കണ്ടുകൊണ്ടല്ലാതെ കലയെ കാണാൻ കഴിയില്ല എന്നത് ഒരുപക്ഷെ 30കളിലും 40കളിലും ഏറ്റവും ആഴത്തിൽ ആലോചിച്ച ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. പിന്നീട് EM-ൻ്റെ ഒക്കെ ആലോചനയിൽ ഇത് വരുന്നുണ്ട്. ഇപ്പോൾ 1950കളിൽ ചങ്ങമ്പുഴയ്ക്കെതിരെ എഴുതുന്ന സമയത്ത് EMS പറയുന്ന ഒരു കാര്യം, ചങ്ങമ്പുഴ കവിത നിലനിൽക്കുന്നത് 1930കളിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ നിരാശയിലും അത് പകരുന്ന വിഷാദത്തിലുമാണ്. അത് അവസാനിക്കുമ്പോൾ ചങ്ങമ്പുഴ കവിത അവസാനിക്കും എന്ന് അദ്ദേഹം അക്കാലത്ത് പറയുന്നുണ്ട്. പക്ഷെ 84ൽ EMS എഴുതുന്ന ലേഖനത്തിൻ്റെ തലക്കെട്ട് എഴുത്തച്ഛൻ ആശാൻ ചങ്ങമ്പുഴ എന്നാണ്. 3 വലിയ വിപ്ലവ സ്ഥാനങ്ങൾ. അതിൽ അദ്ദേഹം ചങ്ങമ്പുഴയുടെ വിപ്ലവകരമായ പ്രാധാന്യമായി പറയുന്നത് വാഴക്കുല എഴുതി എന്നുള്ളതല്ല, മറിച്ച് എഴുത്തച്ഛനും ആശാനും എന്തെല്ലാം തരത്തിലുള്ള വിപ്ലവകരമായ ഉള്ളടക്കം കവിതയിൽ കൊണ്ടുവന്നെങ്കിലും അവരുടെ കാവ്യരീതി അല്ലെങ്കിൽ കാവ്യഭാഷ, കാവ്യസ്വരൂപം സംസ്കൃതബദ്ധമായിരുന്നു. ചങ്ങമ്പുഴയാണ് നാട്ടുഭാഷയിൽ നിന്നും നാടോടി ഈണങ്ങളിൽ നിന്നും നാടൻ പദാവലികളിൽ നിന്നും കവിതയുണ്ടാക്കി കവിതയുടെ പുതിയൊരു പ്രകാരത്തെ സൃഷ്ടിച്ചത്. അവിടെ വിപ്ലവം എന്ന് പറയുന്നത് കവിതയ്ക്കകത്ത് വരുന്ന ആശയമല്ല, വിപ്ലവം എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ പുതിയൊരു ഘടനയാണ്. ഇതാണ് ബഷീർ ചെയ്തത്. ബഷീർ അനുഭവത്തിൻ്റെ പുതിയൊരു ഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി രൂപത്തെ പൊളിച്ചു കളയുകയും ചെയ്തു. ബഷീറിന് നോവൽ എഴുതാൻ അറിയില്ല എന്ന് ഗുപ്തൻ നായർ പറയുന്ന സമയത്ത്, AB രഘുനാഥൻ നായർ പറയുന്ന സമയത്ത് വാസ്തവത്തിൽ മാറി വരുന്ന രൂപം അനുഭവത്തിൻ്റെ പുതിയൊരു പാറ്റേണാണ്. പഴയ പാറ്റേണിൽ നിങ്ങൾക്ക് പുതിയ അനുഭവത്തെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് മലയാളിയെ ആദ്യം പഠിപ്പിച്ച 2 പേര്, ഒന്ന് ചങ്ങമ്പുഴയും മറ്റൊന്ന് ബഷീറുമാണ്. അനുഭവം ഭാഷയ്ക്കകത്ത് സന്നിഹിതമാവുകയും ഭാഷാ സംഘർഷം എന്നത് ചരിത്ര സംഘർഷമായി തീരുകയും ചെയ്യും. ഇപ്പോൾ കുടിയൊഴിക്കലിൽ മുകളിൽ മട്ടുപ്പാവിൽ കവിത എഴുതാൻ കവിയിരിക്കുന്നു, താഴെ വന്ന് തൊഴിലാളി തെറി പറയുന്നു. വലുപ്പള്ളി ഒറ്റ ശ്ലോകത്തിലാണ് എഴുതിയിട്ടുള്ളത്, വിദ്യുതൈന്ദ്ര ധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ. ഇത് ക്ലാസിക്കൽ ആയ ഒരു റൊമാൻറ്റിക് ശൈലിയാണല്ലോ. ഇന്ദ്രധനുസ്സുകൾ ചൂഴ്ന്നു നിൽക്കുന്ന സത്യസൗന്ദര്യത്തിൻ്റെ ഗോപുരം. അവിടെ ഇരുന്നാണ് എല്ലാ കവികളും കവിത എഴുതാറ്. അതാണ് പഴയ ദന്തഗോപുരം. വിദ്യുതൈന്ദ്ര ധനുസ്സുകൾ ചൂഴും സത്യസൗന്ദര്യ ഗോപുരം പൂകെ തള്ളിയേറുമൻ കാതിലൊരു ഉറക്കള്ളു നാറും തെറിയുടെ പൂരം. നോക്കൂ, 2 ഭാഷാ വ്യവസ്ഥകൾ, 2 ലോക വ്യവസ്ഥകൾ, 2 ജീവിതക്രമങ്ങൾ തമ്മിൽ ഒരൊറ്റ ശ്ലോകത്തിൽ ഏറ്റുമുട്ടുന്നു. ചരിത്രത്തിൻ്റെ സംഘർഷം നിങ്ങൾ കാണുന്നത് പ്രമേയത്തിലൊന്നുമല്ല, ചരിത്രത്തിൻ്റെ സംഘർഷം മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ശ്ലോകത്തിലെ 2 ഭാഷാ വ്യവസ്ഥയിൽ കാണാം. രൂപത്തിലേക്ക് നോക്കാതെ ചരിത്രം തിരിയില്ല എന്ന് ലൂക്കാച്ച് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. അതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണ മാരാർക്ക് ഈ കുടിയൊഴിക്കൽ ഇഷ്ടമായില്ല കേട്ടോ. മാരാർക്ക് കന്നിക്കൊയ്ത്ത് വളരെ ഇഷ്ടമായി. കന്നിക്കൊയ്ത്തിന് അവതാരിക എഴുതിയത് മാരാരാ. വളരെ മനോഹരമായ അവതാരികയാണ്. പിന്നെ പുരോഗമന സാഹിത്യത്തിനെതിരെ ഒരു നസ്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ മാമ്പഴത്തിലെ അമ്മ 1 രൂപ വരുമാനക്കാരിയാണോ 10 രൂപ വരുമാനക്കാരിയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഈ കവിത ആസ്വദിക്കാനെന്ന് കരുതുന്ന ഒരു കൂട്ടരുണ്ട്. അവരെക്കുറിച്ച് ഞാനെന്ത് പറയാനാണ് എന്ന് പറഞ്ഞ് ഒരു കാര്യമില്ല. എന്നാലും മൂപ്പര് പുരോഗമന സാഹിത്യത്തിനെതിരെ 2 ചീത്ത അത് പറഞ്ഞിട്ടുണ്ട്. പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം, കണ്ടിടത്ത് വെച്ച് എതിർക്കണമെന്ന് ഞാൻ തീരുമാനിച്ച ഒരു പ്രസ്ഥാനമാണെന്നാണ്. പക്ഷെ ആ പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് അവസാനം മൂപ്പര് പറഞ്ഞത്, എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും സാഹിത്യം ഒരു ജീവിത ബന്ധമാണ് എന്ന് മലയാളികളെ പഠിപ്പിക്കാൻ പുരോഗമന സാഹിത്യത്തിന് പറ്റി എന്ന് പുരോഗമന സാഹിത്യത്തെക്കുറിച്ച് മാരാര് പിന്നെ വേറെയും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ രൂപം എന്ന് പറയുന്നതിലേക്കും കലാവസ്തു എന്ന് പറയുന്നതിലേക്കും ചരിത്രം എങ്ങനെ ഉൾച്ചേർന്ന് നിൽക്കുന്നു എന്ന നിലയിൽ രൂപം മാത്രമായിട്ടല്ല. ഫോർമലിസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫോർമലിസ്റ്റുകളെ സംബന്ധിച്ച് രൂപം മാത്രമാണ്. കേസരിയെ സംബന്ധിച്ച് രൂപം മാത്രമല്ല, അനുഭവത്തിൻ്റെ നിർമ്മാണ സാമഗ്രികളിൽ ഒരു ഘടകം മാത്രമാണ്. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആധുനിക നിരൂപണം മലയാളത്തിൽ നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത മലയാള ഭാഷയുടെ ചരിത്രത്തിലെയും കേരളീയ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും നിർണായകമായ ഒരു ജ്ഞാനമണ്ഡലമായി സാഹിത്യ വിമർശനം ഉയർന്നു വന്നത് ഈ സവിശേഷ ഘട്ടത്തിലാണ്. ഏതാണ്ട് 20കൾ മുതൽ 90കൾ വരെയൊക്കെയുള്ള 6-7 പതിറ്റാണ്ടിലാണ് ഇത് ഉയർന്നു വന്നത്. അതിൽ സംഭവിച്ചൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ സാഹിത്യ വിമർശനത്തിന് കിട്ടിയ ഒരു പ്രാധാന്യം മറ്റേതെങ്കിലും ഒരു കലാമേഖലയ്ക്ക് കിട്ടിയിട്ടില്ല. കേസരി ബാലകൃഷ്ണപിള്ള അതേക്കുറിച്ചും പറയുന്നുണ്ടൊരു കാര്യം, കേരളീയ കലാമണ്ഡലത്തിൽ സാഹിത്യകാരന്മാരും മുതലാളിമാരും ബാക്കിയുള്ളവരൊക്കെ തൊഴിലാളികളുമാണ് എന്നാണ്. ചിത്രകാരന്മാർ, ശില്പികൾ, കവി, ബാക്കിയുള്ളവരൊക്കെ തൊഴിലാളികളാണ്. സാഹിത്യകാരന്മാരാണ് മുതലാളിമാർ. അത് അവരുണ്ടാക്കിയതല്ല കേട്ടോ. കാരണം അന്നത്തെ സാഹിത്യം അന്നത്തെ സാമൂഹ്യ ജീവിതവും തമ്മിൽ അത്രയ്ക്കടുത്താണ്.
തകഴിയുടെ ഒരു നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹിത്യ വസ്തുതയല്ല. തകഴിയുടെ നോവൽ എന്ന് പറഞ്ഞാൽ രണ്ടടങ്ങഴി, ഓടയിൽ നിന്ന്, തൊട്ടിയുടെ മകൻ, ഇത് 1930കളിലും 40കളിലും കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാമൂഹികമായ പരിവർത്തനങ്ങളെ നിങ്ങൾക്ക് ഈ കൃതിയിൽ കാണാം. ഇപ്പം പാവങ്ങൾ ഇവിടെ ഭരിച്ചെന്തുകൊണ്ടാണ്? പാവങ്ങളിൽ കാണുന്ന ജീവിതം 925ലാണ് അതിൻ്റെ ശതാബ്ദി വർഷം ഇപ്പം ഈ കൊല്ലം. പാവങ്ങളിൽ കാണുന്ന ജീവിതം മലയാളിയുടെ അനുഭവ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന അതേ സമയത്താണ് പാവങ്ങളുടെ വിവർത്തനവും വരുന്നത്. അപ്പം പാവങ്ങൾ വായിച്ച മനുഷ്യൻ ചുറ്റും നോക്കുന്ന സമയത്ത് ദാ ഈ ജീവിതം എന്നവർക്ക് പുറമേ കാണാം. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുണ്ടശ്ശേരി മാഷ് ഒരു സാഹിത്യ പ്രസംഗം നടത്തുമ്പോൾ അത് സാഹിത്യ പ്രസംഗമല്ല, മറിച്ച് മുണ്ടശ്ശേരി മാഷ് ഒരു സാഹിത്യ പ്രസംഗം അന്നത്തെ സാമൂഹ്യ ജീവിതത്തെ ആകമാനം അഭിസംബോധന ചെയ്യുന്നൊരു പ്രസംഗമാണ്. ഇതെല്ലാ കാലത്തും ഒരുപോലെ നിന്നിട്ടില്ല. 60കളായപ്പോഴേക്കും സാഹിത്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഈ സമ്പൂർണ്ണ പാരസ്പര്യം അവസാനിക്കുകയും സാഹിത്യം ഒരു വിശേഷജ്ഞാന മേഖലയായിട്ട് വഴിതിരിയുകയും ചെയ്തതോടെ സാഹിത്യ വിമർശനം സാഹിത്യ തൽപരരായ ചുരുക്കം ആളുകളുടെ പ്രശ്നമായിട്ട് മാറി. ബാക്കി പൊതുസമൂഹം വേറെ അവരവരുടെ കാര്യം നോക്കിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ വിമർശന ശാഖ നിലവിൽ വന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കലാവസ്തുവിൻ്റെ സ്വയം പര്യാപ്തതയെ സംബന്ധിക്കുന്ന, സ്വയം പര്യാപ്തം എന്ന് ഞാൻ പറയുമ്പോൾ അതിന് മറ്റൊന്നിനോടും ബന്ധമില്ല എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് കലാവസ്തുവിന് അതിൻ്റേതു മാത്രമായ ഒരു അനുഭവമൂല്യ മണ്ഡലം ഉണ്ടെന്നും ആ അനുഭവമൂല്യ മണ്ഡലത്തെ അതിനെ തന്നെ മുൻനിർത്തി വിശദീകരിക്കണമെന്നുള്ള ഒരു അടിസ്ഥാന തത്വം. ഈ വിശദീകരണത്തിന് നിങ്ങൾക്ക് രൂപത്തെ ആശ്രയിക്കാം, ഭാഷയെ ആശ്രയിക്കാം, മനോഘടനയെ ആശ്രയിക്കാം, സാമൂഹ്യ ബന്ധങ്ങളെ ആശ്രയിക്കാം, വർഗപരമായ ഉള്ളടക്കത്തെ ആശ്രയിക്കാം. ഇതൊക്കെ കലയെ വിശദീകരിക്കുന്നതിൻ്റെ സാമഗ്രികളാണ്. അത് വെച്ച് കലയെ സാഹിത്യത്തെക്കുറിച്ചുള്ള വിശദീകരണ രീതികൾ മാറി മാറി വരും. പക്ഷെ അങ്ങനെ മാറി വരുമ്പോഴും സാഹിത്യത്തിൻ്റെ ഈ സ്വയം പര്യാപ്തത, കലയുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് താരതമ്യേന ഭദ്രമായി തുടരുകയും ചെയ്യും. ഇതാണ് മാരാര് പറഞ്ഞ വാദഗതിയുടെ കാതൽ. അതായത് സാഹിത്യത്തെക്കുറിച്ചുള്ള ചിന്തയും സാഹിത്യ രചനാ പരിശീലനവും വ്യാഖ്യാന സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് നിരൂപണമാവില്ല. നിരൂപണമാവണമെങ്കിൽ കലാവസ്തുവിൻ്റെ സ്വതന്ത്ര പദവി എന്ന സങ്കല്പം സമൂഹത്തിൽ വേരുപിടിക്കണം. ആ സ്വതന്ത്ര കലാവസ്തുവിനെ അതിനുള്ളിൽ നിന്ന് തന്നെ വിശദീകരിക്കുന്ന മട്ടിലുള്ള ഒരു വിചാര രീതി ഉയർന്നു വരികയും വേണം. ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് ഇങ്ങനെ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിനുള്ളിൽ തന്നെ സവിശേഷമായി നിലവിൽ വരുന്ന ഒരു പ്രത്യേക ജനുസാണ്, ഒരു പ്രത്യേക കാലമുണ്ടാക്കിയ സാഹിത്യാവബോധവുമാണ്. ഇതെല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുമോ എന്ന ചോദ്യം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. നിലനിൽക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല, നിലനിൽക്കേണ്ടതുമാണ്. കാരണം ഒരു കലാവസ്തുവിനെ അതിൻ്റെ തന്നെ ആഭ്യന്തര തത്വങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കലയെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനത്തിന് സഹായകമാണ്. നമ്മൾ വിശേഷജ്ഞാനം എന്ന് പറയുമല്ലോ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിരിക്കെ തന്നെ കലാവസ്തുക്കൾ, സാഹിത്യകൃതികൾ അങ്ങനെ അവയിൽ തന്നെ സ്വയം പര്യാപ്തമായി നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം വാസ്തവത്തിൽ പിന്നെ ഉയർന്നു വരാൻ തുടങ്ങി. കഴിഞ്ഞൊരു 30-40 വർഷത്തിനിടയിലുണ്ടായ സാഹിത്യ വിചാര മേഖലയിലുണ്ടായ ഒരു മാറ്റം വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് എൻറ്റിറ്റി, ഒരു സ്വയം പര്യാപ്ത ജ്ഞാന വസ്തു, അനുഭവ മേഖല എന്ന നിലയിൽ കലയെ കാണാനുള്ള ഒരു ശ്രമം അവസാനിക്കുകയും കലയെ നാനാതരം സമൂഹ ബന്ധങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. അത് പഴയ സാമൂഹ്യശാസ്ത്ര വിമർശനമല്ല കേട്ടോ. പഴയ സാമൂഹ്യശാസ്ത്ര വിമർശനവും പിൽക്കാലത്ത് വന്ന ഈ പരിശോധനാ രീതിയും തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ട്. പഴയ സാമൂഹ്യശാസ്ത്ര വിമർശനത്തിൻ്റെ അടിസ്ഥാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ സമൂഹം അപ്പുറത്ത് സാഹിത്യം ഇപ്പുറത്ത്. ടെക്നിക്കലായി പറഞ്ഞാൽ ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റിയാണ് സാഹിത്യവും സമൂഹവും. സാഹിത്യവും സമൂഹവും എന്നൊരു സമുച്ചയ നിവാദം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹിത്യം ഒരു വസ്തുവാണ്, സമൂഹം വേറൊരു യാഥാർത്ഥ്യം. ഈ സമൂഹ യാഥാർത്ഥ്യം സാഹിത്യത്തിൽ എങ്ങനെ വരുന്നു എന്ന് നോക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് പ്രതിഫലനാണെന്നാണ്. പ്രതിഫലൻ അത്ര പര്യാപ്തമല്ല എന്ന് വന്ന സമയത്താണ് പ്രതിനിധാനം എന്ന വാക്കുണ്ടാക്കിയത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ പ്രതിനിധാനമാണ് കല എന്നത്. വാസ്തവത്തിൽ വാക്കു മാറുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായ സമീപനം മാറുന്നില്ല. കാരണം അപ്പോഴും ഇത് രണ്ടും രണ്ടാണ്. സാഹിത്യം ഒരു സംഗതിയാണ്, കലാവസ്തു ഒരു സാധനമാണ്, സമൂഹവും ചരിത്രബന്ധങ്ങളും മറ്റൊന്നാണ്. ഇവ തമ്മിൽ പ്രതിഫലനപരമായിട്ടോ പ്രതിനിധാനപരമായിട്ടോ ചില ബന്ധങ്ങളുണ്ട്, പക്ഷെ രണ്ടും രണ്ട് കാര്യമാണ്. ഈ ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി എന്നതിന് പകരം 1980-90കളോടെ സാഹിത്യ ചിന്തയുടെ മേഖലയിൽ വന്ന ഏറ്റവും മർമ്മസ്പർശിയായ മാറ്റം
ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി അല്ല, ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റിയാണ്. ചെറിയൊരു വാക്കേ മാറുന്നുള്ളൂ, പക്ഷേ വമ്പിച്ച മാറ്റാണ്. ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി എന്ന് പറയുന്നതോടെ സമൂഹഘടനയെ നിർണയിക്കുന്ന നിരവധിയായ ഘടകങ്ങളിൽ ഒന്നായിട്ട് സാഹിത്യം മാറും. അല്ലാതെ സമൂഹ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിനിധാന രൂപമോ സമൂഹ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനമോ അല്ല. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് എലമെൻ്റ് അല്ല, ഒരു റിഫ്ലക്റ്റീവ് എലമെൻ്റ് അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻ്റാണ്. ഈ മാറ്റം മാരകമായ മാറ്റമാണ്. ലോക യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുന്ന സാമഗ്രിയാണ് കല, ലോക യാഥാർത്ഥ്യത്തെ പകർത്തി കാണിക്കുന്നതല്ല. ലോക യാഥാർത്ഥ്യത്തെ നിർമ്മിക്കുകയാണ്. രാജരാജീയത്തിൻ്റെ അവതാരിക നിങ്ങൾ വായിച്ചു നോക്കിയാൽ കേസരി ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവഘടനയെ നിർമ്മിക്കുന്നതിൽ ആ കാലത്തിലെ കാവ്യരൂപങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ ഒരു വാക്യം ഭയങ്കരമായ വാക്യമാണ്. വിജയമാഷ് പറഞ്ഞതുപോലെ കേസരിയെ നമ്മൾ നന്നായി ബഹുമാനിക്കുക, അല്പം പോലും വായിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കേസരി മസ്കുലിനിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണല്ലോ മസ്കുലിൻ സ്റ്റഡീസ്, പുരുഷത്വം എന്ന് പറയുന്നത് ഒരു കോമാളിത്താണെന്ന് ഇപ്പോഴാണല്ലോ അടുത്തിടക്കാണല്ലോ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയത്. കേസരി 34 എഴുതുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൃഢവും ഉദ്ഗ്രഥിതവുമായ വ്യക്തിത്വം ഇനി മുതൽ ബുദ്ധിശൂന്യർക്കും നിരീക്ഷണ പാഠമില്ലാത്തവർക്കും മാത്രമേ ഉണ്ടാകൂ. ആധുനിക മനുഷ്യനെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം മൂപ്പര് കയറി അടിക്കുക, ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. ഇന്നിപ്പോൾ നമുക്ക് ഈ വാക്യം എളുപ്പം മനസ്സിലാവും. കാരണം മാസ്കുലിനിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഫാഷിസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ളതായി നിൽക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. കേസരി 30 പറഞ്ഞു. അന്ന് കുടുംബത്തിനെതിരെ കേസരി എഴുതുന്നുണ്ട്. കേസരി എഴുതിയത് പുരുഷനെ വിത്തുകാളയും വീട്ടുതമ്പ്രാനുമാക്കി മാറ്റിക്കൊണ്ടും സ്ത്രീകളെ അടുക്കള ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടുമാണ് ഫാസിസ്റ്റ് സംസ്കാരം എന്നതുപോലെ പുകഴ്പെറ്റ ഭാരതീയ സംസ്കാരവും നിലനിന്ന് പോന്നിട്ടുള്ളത്. ഇതൊക്കെ 30 എഴുതിയത്. അന്നൊന്നും ഇത് വായിക്കാൻ ആരുമില്ല, ഇന്നും ആരും വായിക്കുന്നില്ല. എങ്കിൽ ഞാൻ പറഞ്ഞത് മൂപ്പരുടെ നിരീക്ഷണത്തിൻ്റെ കാതലിതാണ്. അതിൽ പുള്ളി പറയുന്നുണ്ട്, നിങ്ങളിത് മനസ്സിലാവണമെങ്കിൽ ഓർത്തു നോക്കിയാൽ മതി, രമണൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൻ്റെ അനുഭവഘടനയെ നിർമ്മിച്ചത്. രമണൻ MT വാസുദേവൻ നായർ എഴുതുന്നുണ്ട്, ആളുകൾക്ക് പുസ്തകം വായിക്കാൻ പൈസയൊന്നുമില്ല, പക്ഷേ 5 കിലോമീറ്റർ വൈകുന്നേരം നടന്ന് എടത്തിയുടെ വീട്ടിൽ പോയിട്ട് രമണൻ്റെ ഒരു കോപ്പി മേടിച്ചുകൊണ്ട് വന്ന് രാത്രി മണ്ണെണ്ണ വിളക്കെടുത്തിരുന്ന് പകർത്തി വെച്ചിട്ട് പിറ്റേന്ന് ഈ 5 കിലോമീറ്റർ നടന്ന് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ വായിച്ച കൃതിയിലെ കുറേ വരികളെങ്കിലും അറിയാത്ത ഒരു മലയാളിയും 40കളിൽ കേരളത്തിലില്ല. മലയാളിയുടെ മുഴുവൻ അനുഭവഘടനയും സൃഷ്ടിച്ചു. നിങ്ങൾ രമണൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രമണൻ ഈ പറയുന്ന കാര്യം കേരളത്തിലില്ല. ആടുമില്ല, ആടുമേക്കലുമില്ല. പക്ഷെ രമണൻ വായിച്ചിട്ട് ഇത് കേരളീയമല്ല എന്ന് ഒറ്റ മലയാളിക്കും തോന്നിയുമില്ല. ഒരു മലയാളിക്കും ഇത് ഭാരതീയമല്ലല്ലോ, കേരളീയമല്ലല്ലോ എന്ന് തോന്നിയില്ല. ഇങ്ങനെ ഒരു കാലത്തിൻ്റെ അനുഭവഘടനയെ ഒരു കൃതി നിർമ്മിക്കും എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരികയാണ്. കലാവസ്തു എന്ന് പറയുന്നത് അത് സാമൂഹികമോ മറ്റോ ആയ യാഥാർത്ഥ്യങ്ങളെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സൂക്ഷ്മ സത്യങ്ങളെ, അല്ലെങ്കിൽ അതിഭൗതികമായ ദൈവികാംശങ്ങളെ പ്രതിഫലിപ്പിക്കുകയോ പകർത്തി കാണിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല. ഇതാണ് അടിസ്ഥാന വ്യത്യാസം. ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി അല്ല, ലിറ്ററേച്ചർ ആൻഡ് എസ്തറ്റിക് അല്ല, മറിച്ച് ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റിയാണ്. ഇൻ ആകുന്നതോടെ വാസ്തവത്തിൽ കല എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത് ഒരു നിർമ്മാണ വസ്തുവാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിൽ വടക്കേ മലബാറിൽ ഉയർന്നു വരുന്ന കോഴിക്കോട് വരുന്ന തുണിമില്ലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ തുണിമില്ലുകൾ എങ്ങനെയാണോ ആധുനികതയുടെ സ്ഥാപന ഘടകമായിരിക്കുന്നത്, അതുപോലെ ആധുനികതയുടെ ഒരു സ്ഥാപന ഘടകമാണ് ചന്തുമേനോൻ എഴുതിയ നോവലും. അല്ലാതെ തുണിമില്ല് അവിടെ ഉണ്ടായി വരുന്നു, ചന്തുമേനോൻ കഥ എഴുതുന്നു, അങ്ങനെയല്ല. ചന്തുമേനോൻ എഴുതിയ കഥയും ആധുനികതയുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻ്റാണ്, തുണിമില്ലും ആധുനികതയുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻ്റാണ്. എങ്ങനെ? ചന്തുമേനോൻ്റെ വ്യവസായം, തുണിമില്ല് എന്ന് പറയുന്നത് വ്യാവസായികതയിലേക്ക്, നാടുവാഴിത്തത്തിൽ നിന്ന്, കാർഷിക ഉൽപ്പാദനത്തിൽ നിന്ന് വ്യാവസായികതയിലേക്കും മുതലാളിത്തത്തിലേക്കുമുള്ള ഷിഫ്റ്റിൻ്റെ അടയാളമാണ് ഈ പറയുന്ന തുണിമില്ലെങ്കിൽ, മധ്യകാല സാഹിത്യ രൂപങ്ങളിൽ നിന്ന് ആധുനികമായ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്ന പുതിയൊരു സാഹിത്യ ഭാവനയിലേക്കുള്ള ഷിഫ്റ്റാണ് നോവൽ. രണ്ടും ആധുനികമാണ്, അല്ലാതെ പുറത്തുള്ള ലോകത്തെ പകർത്തി കാണിക്കുന്ന പണിയല്ല ഇത്.
പുറത്തുള്ള ലോകത്തിൻ്റെ റെപ്രസെൻറ്റേഷനും അല്ല, അതിൻ്റെ റിഫ്ലക്ഷനും അല്ല, പുതിയൊരു ലോകത്തിൻ്റെ നിർമ്മാണമാണ്. ഇങ്ങനെ നിർമ്മാണ സാമഗ്രിയാണ് കല, നിർമ്മാണ സാമഗ്രിയാണ് സാഹിത്യം എന്ന് കരുതിയാൽ അതിനെങ്ങനെ വിലയിരുത്താൻ പറ്റും? അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിർമ്മാണ സാമഗ്രിയാണ് കലയും സാഹിത്യവും എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കലാവസ്തുവിൻ്റെ ആഭ്യന്തരമായ സ്വയം പര്യാപ്തത എന്ന സങ്കല്പം ഒലയും. കാരണം പിന്നെ അതിന് ആ ചരിത്ര സന്ദർഭത്തിലെ ഇതര ഘടകങ്ങളുടെ ആകത്തുകയിലല്ലാതെ അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതിൻ്റേത് മാത്രമായ ഒരു നിലനിൽപ്പും ഇല്ല. ആ സ്വയം പര്യാപ്തത ശിഥിലമാവുകയും അനുഭൂതി എന്ന് പറയുന്നത് തന്നെ, സാഹിത്യകൃതി നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അനുഭൂതിയാണല്ലോ, സൗന്ദര്യാനുഭൂതിയാണ്. ആ അനുഭൂതി എന്ന് പറയുന്നത് തന്നെ സവിശേഷമായ ഒരു ചരിത്രബന്ധമാണ് എന്ന് വരികയും ചെയ്യും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മലയാള ഭാഷയുടെ ഒരു ചരിത്രം എടുത്താൽ ഏതാണ്ട് 20 മുതൽ ഒരു 90 വരെ കലാവസ്തുവിനെയും സാഹിത്യകൃതിയെയും അതിൻ്റെ തന്നെ ആഭ്യന്തര തത്വങ്ങളാലും അതിൻ്റെ തന്നെ അനുഭവ മണ്ഡലത്തെ മുൻനിർത്തിയും വിശദീകരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് 90 ശേഷം ഉണ്ടാവുന്ന എന്തെങ്കിലും പേരിട്ട് വിളിക്കാം, ചിലപ്പോൾ സാംസ്കാരിക വിമർശനം എന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിമർശന രീതികളെന്നോ ഒക്കെ പറയാം. അതിലൊക്കെ പരിമിതികളുണ്ട് കേട്ടോ. ഞാനിതിലേതെങ്കിലും ഒരു രീതി അതിൽ തന്നെ പെർഫെക്റ്റ് ആണെന്നൊന്നും വാദിക്കുന്ന ആളല്ല. എല്ലാ വിമർശന രീതികൾക്കും അതിൻ്റെതായ സാങ്കത്യമുണ്ട്. കാരണം ഒരു രീതി നമുക്ക് നൽകുന്ന തെളിച്ചം മറ്റൊരു രീതിക്ക് നൽകാൻ കഴിയില്ല. ഇപ്പോൾ ശൈലീ വിജ്ഞാനം, കൃഷ്ണപിള്ളയുടെ പ്രതിപാത്രം, ഭാഷണവേദം, CV-യുടെ കഥാപാത്രങ്ങളുടെ ശൈലി വിശേഷത്തെക്കുറിച്ച് നമുക്ക് നൽകുന്ന തെളിച്ചം ഭാസ്കരൻ നായരുടെ ദൈവനീതിക്ക് ദാക്ഷിണ്യം വലിയ തരില്ല. ഭാസ്കരൻ നായരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് CV-യുടെ ഒരു പ്രപഞ്ചബോധത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയാണ്. എൻ കൃഷ്ണപിള്ള നമുക്ക് CV-യുടെ ഓരോ കഥാപാത്രവും ഭാഷണ രീതിയിൽ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. രണ്ടും CV-യിലുണ്ട്. 2 വഴി നമുക്ക് CV-യിലേക്ക് കിട്ടുന്നു എന്ന് കാണാം. പിന്നെ നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ വീക്ഷണങ്ങളും അനുസരിച്ച് ചില ഊന്നലുകൾ നമുക്കുണ്ടാക്കാമെന്നല്ലാതെ ഇത് ശരിയായ ഒരു നിരൂപണ രീതി എന്നൊന്നും നമുക്ക് ഇവയെ മുൻനിർത്തി പറയാൻ പറ്റില്ല. രൂപവിചാരം പോലും ആ നിലയിൽ തെറ്റല്ല. കാരണം ഒരു രൂപത്തിന് അതിൻ്റെ ജീനിയോളജി ഉണ്ട്. ആ ജീനിയോളജി വഴി നമുക്ക് അതിൻ്റെ ഒരു സോഷ്യൽ ഹിസ്റ്ററിയിലേക്ക് കടക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നേരത്തെ ചങ്ങമ്പുഴയുടെ കാവ്യശൈലിയെക്കുറിച്ചുള്ള കേസരിയുടെ പഠനത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഈ ഒരു 10, 70, 80 കൊല്ലക്കാലം, ആ കാലഘട്ടത്തിൽ സാഹിത്യവും സാമൂഹ്യ ജീവിതവും അത്രമേൽ തമ്മിൽ ചേർന്നതുകൊണ്ട് സാഹിത്യത്തിന് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു കേന്ദ്രമാകാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സാഹിത്യത്തെക്കുറിച്ചുള്ള ഏത് ആലോചനയും സാമൂഹ്യ വിചാരമായി മാറി. നേരത്തെ അശോകൻ പറഞ്ഞൊരു കാര്യം അതാണ്. മലയാളത്തെ സംബന്ധിച്ച് സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ വിമർശനം തന്നെയായി. അങ്ങനെ ഒരു സവിശേഷ ചരിത്രഘട്ടം ഏതാണ്ട് 70, 80 വരെ തുടരുന്നു. 80 നമ്മുടെ വിമർശനം അതിൽ നിന്ന് മാറുകയും അസ്തിത്വവാദം അതിനെ ഒരു അസ്തിത്വ പ്രശ്നമായിട്ടൊക്കെ കുറച്ചു കാലം കൂട്ടിയിണക്കാൻ നോക്കിയെങ്കിലും ആ വിമർശന രീതിയെ ഉപേക്ഷിച്ച് 90കളോ കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭമൊക്കെ ആകുമ്പോഴേക്കും അത് മറ്റൊരു വഴിയിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഈ വഴിയുടെ ഒരു സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റി എന്ന നിലയിൽ, എക്സ്പീരിയൻസ് ഇൻ സൊസൈറ്റി എന്ന നിലയിൽ കാണാൻ തുടങ്ങുന്നതോടെ അത് അനുഭവത്തെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ലോകമായിട്ടും കലയെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രതിനിധാന മണ്ഡലമായിട്ടും കാണുന്നതിന് പകരം അനുഭൂതി എന്ന് പറയുന്നത് മനുഷ്യർ ജീവിക്കുന്ന സാമൂഹ്യ ജീവിതം തന്നെയാണെന്നും കലയെന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ നിർമ്മാണ സാമഗ്രിയാണ് എന്നുമുള്ള പുതിയൊരു തലത്തിലേക്ക് ഇത് എത്തിച്ചേരുന്നു. ഞാനൊരു 2 ഉദാഹരണം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുക. ഇപ്പോൾ കുമാരനാശാൻ്റെ പ്രണയം, ലീലയിലും നളിനിയിലും കാണുന്ന പ്രണയം, ആശാനെക്കുറിച്ചുള്ള പഴയ വിഭജനം നിങ്ങൾക്കറിയാലോ. ആശാനെക്കുറിച്ചുള്ള പഴയ വിഭജനം നിങ്ങൾക്കറിയാമല്ലോ. ദുരവസ്ഥയും ചണ്ടാലഭിക്ഷയും സാമൂഹിക കൃതികളാണ്, ലീലയും നളിനിയും പ്രണയകൃതികളാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രണയം ഒരു സാമൂഹ്യ ഏർപ്പാടാണ് എന്നത് അവിടെ വിട്ടുപോകും. പ്രണയം ഒരു അനുഭവമാണെന്നാണ് കരുതുന്നത്. വാസ്തവത്തിൽ വിജയമാഷ് പറയും കുമാരനാശാൻ കണ്ടുപിടിച്ച ഒരു ഏർപ്പാടാണ് ഈ പ്രണയം എന്ന്. അത് ആശാൻ കണ്ടുപിടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് വളരെ മോഡേണായ ഒരു ഇൻഡിവിജ്വൽ അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തുണ്ട്. അതിൽ നിന്നാണ് പ്രണയം എന്നുള്ളത്. അത് പഴയ രാഗമല്ല, മറിച്ച് അനുരാഗത്തിൻ്റെ, പ്രണയത്തിൻ്റെ പുതിയൊരു അനുഭവ മണ്ഡലമുണ്ട്. ഈ മണ്ഡലത്തെക്കുറിച്ചാണ് ആശാൻ പറയുന്നത്. അത് വെണ്ണ തോൽക്കും ഉടലിൽ സുഗന്ധിയാം എന്ന് പറയുന്ന പഴയ അനുഭവസ്ഥാനമല്ല, വേറൊരു പാറ്റേണാണ്, വേറൊരു പാരഡൈമാണ്. എന്നതുപോലെ ഈ
സാഹിത്യ വിചിന്തനത്തിൻ്റെ മണ്ഡലത്തിൽ പുതിയൊരു പാരഡൈം തുറക്കുകയും അവിടെ വെച്ച് അനുഭവങ്ങളെ മുൻനിർത്തി ഒരനുഭൂതി സ്ഥാനം എങ്ങനെയാണ് ചരിത്രബന്ധാവുന്നത്. ഞാൻ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഉദാഹരണം ചിത്രകല എന്ന് പറയാം. ലാൻഡ്സ്കേപ്പുകൾ വരുന്നു. ലാൻഡ്സ്കേപ്പുകൾ വന്ന സമയത്ത് പ്രകൃതി മനോഹരമായി ചിത്രീകരിക്കപ്പെടുന്നു. അത് നല്ല കാഴ്ച ഭംഗിയുള്ള ചിത്രങ്ങളായിട്ട് 18ഉം 19ഉം നൂറ്റാണ്ടുകളിൽ ഉറച്ചു. 18ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റബിളിനെ പോലെയും ഗെയിൻസ്ബറോയെ പോലെയുള്ള ചിത്രകാരന്മാർ യൂറോപ്യൻ ചിത്രകലയിൽ ഇത് ഗംഭീര ഒരു സംഗതിയാക്കി. ഒരു വലിയ ആണറായിട്ട് അത് 2-3 നൂറ്റാണ്ട് നിലനിൽക്കുകയും ചെയ്തു. 20ാം നൂറ്റാണ്ടിൽ മാർക്സിസ്റ്റ് കലാചിന്തകനായ ജോൺ ബർജർ ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. അദ്ദേഹം പറഞ്ഞു, പ്രകൃതി ഒരു കലാവസ്തു ആകുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഈ പ്രകൃതിക്ക് പുറത്തു നിന്ന് അതിനെ നോക്കാവുന്ന ഒരാളായിട്ട് ഞാൻ മാറുന്നു. ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻ വരുന്നു. പ്രകൃതി ഒരു ഒബ്ജക്റ്റായി അപ്പുറം വരുന്നു, നോക്കുന്ന സബ്ജക്റ്റായിട്ട് ഞാനിപ്പുറം വരുന്നു. എന്നിലും പ്രകൃതിയിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന അതിഭൗതികമായൊരു ദൈവിക ശക്തിയെക്കുറിച്ചുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധം അവസാനിക്കുന്നു. പ്രകൃതി എൻ്റെ നോട്ടത്തിൻ്റെ വിഷയമാകുന്നു, ഞാൻ നോക്കുന്ന വിഷയിയാകുന്നു. ഈ പുതിയ വിഷയീത്വം പ്രകൃതിയെക്കുറിച്ചുള്ള ഈ കാഴ്ചയിലുണ്ട്. ഒന്ന്. രണ്ട്, വലിയ പ്രകൃതി ദൃശ്യങ്ങൾ കോൺസ്റ്റബിളൊക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഫോർഗ്രൗണ്ടിൽ നമ്മൾ ഒരാളുടെ മുഖം കാണും. ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു പ്രഭു താഴെയുള്ള വലിയ ഭൂഭാഗങ്ങളെ നോക്കുക. അപ്പോൾ താഴെ ഭൂഭാഗ ദൃശ്യങ്ങളുടെ വിശാലമായ പെർസ്പെക്റ്റീവ് ഉണ്ട്, ക്ലോസപ്പിൽ ഒരാളുടെ മുഖവുമുണ്ട്. ബർജർ പറഞ്ഞത്, പുതുതായി വികസിച്ചു വരുന്ന കാർഷിക മുതലാളിത്തത്തിൻ്റെ ഉടമസ്ഥതാ സങ്കല്പമാണ് ഈ ചിത്രം. എൻ്റെ അധികാരത്തിലും എൻ്റെ നോട്ടത്തിലും വരുന്ന സ്ഥലം. കാർഷിക മുതലാളിത്തം വികസിച്ചു വരികയും അതിഭീമമായ ഭൂഭാഗ മേഖലകളിൽ വ്യക്തികൾ ഉടമാവകാശം കയ്യാളി തുടങ്ങുകയും ചെയ്യുന്ന 18ാം നൂറ്റാണ്ടിലെ ചിത്രമാണ് ഇത്തരം ലാൻഡ്സ്കേപ്പുകൾ. അപ്പം അവിടെ ചിത്രം എന്ത് ചെയ്യുന്നു? ചിത്രം പ്രകൃതിയുടെ ചിത്രം മാത്രമാണ്. അത് പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മെസ്സേജും തരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ട് ഇൻ ഹിസ്റ്ററിയാണ്, ആർട്ട് ആൻഡ് ഹിസ്റ്ററി അല്ല. ആർട്ട് ആൻഡ് ഹിസ്റ്ററി ആണെങ്കിൽ നിങ്ങൾ പ്രമേയം നോക്കും. പ്രമേയം നോക്കിയാൽ എന്താ? ഒരു കുന്നിൻ ചെരുവ്. പ്രമേയം നോക്കിയ ഒരു കുന്നിൻ ചെരുവോ ഒരു പുഴയോ ഒക്കെയാണ്. ആ പ്രമേയത്തിലല്ല ചരിത്രം, മറിച്ച് ആ പ്രമേയത്തെ കല ഏറ്റെടുക്കുകയും ആ പ്രമേയം കലയായി മാറുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ അനുഭവഘടനയിലാണ് ചരിത്രം. അതായത് പുതിയ വിമർശന സന്ദർഭം എന്ന് പറയുന്നത് അനുഭവഘടന എന്നൊന്നിലേക്ക്, റൈമണ്ട് വില്യംസ് അതിനെ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് പറയും. അനുഭവഘടന. ഓരോ കാലവും അതിൻ്റെ സവിശേഷമായ അനുഭവഘടനകൾ ഉണ്ടാകും. ആ അനുഭവഘടനകൾ തെളിഞ്ഞു വരുന്നതാണ് കലാവസ്തുക്കൾ. കലാവസ്തുക്കളിൽ നിന്ന് ഈ അനുഭവഘടനയെ കണ്ടെടുക്കലാണ് വിമർശനം ചെയ്യേണ്ടത്. അങ്ങനെ കലാവസ്തുക്കളിൽ നിന്ന് അനുഭവഘടനയെ കണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ കലയ്ക്ക് അതിൻ്റേതു മാത്രമായ ഒരു സ്വയം പര്യാപ്ത ജീവിതം ഉണ്ടാവില്ല. ആ സ്വയം പര്യാപ്ത ജീവിതത്തെ വിശദീകരിക്കുന്ന വിമർശന സമീപനത്തിന് ഇവിടെ അതുപോലെ തുടരാനും പറ്റില്ല. ഒരു പാരഡൈം ഷിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുണദോഷ നിരൂപണത്തിൽ നിന്ന് വിമർശനത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു വിചാരമാതൃകാ വ്യതിയാനം പോലെ ഈ നിരൂപണത്തിൽ നിന്ന് ഈ പറയുന്ന അനുഭവഘടനാ പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു വിചാരമാതൃകാ വ്യതിയാനം ഉണ്ടായി വരും. അപ്പം ഈ വ്യത്യാസങ്ങൾ, ഞാനിതിൽ ഏതാണ് ശരി ഏതാണ് നല്ലത് ചീത്താന്നൊന്നും പറയല്ല. കലാവസ്തുവിനെ അതിനകത്ത് നിന്ന് തന്നെ പരിശോധിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയുള്ള പരിശോധനകളിലൂടെയാണ് ഒരുപക്ഷെ നമുക്ക് കലയെക്കുറിച്ചുള്ള സൂക്ഷ്മജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുക. അത് കലയുടെ അന്തിമ തത്വമാണെന്ന് കരുതാതിരുന്നാൽ മതി. ആ പരിശോധനയിൽ തെറ്റൊന്നുമില്ല. ഇപ്പം നമ്മൾ സയൻസിൽ സ്പെഷ്യലൈസേഷൻ വരുമല്ലോ. സ്പെഷ്യലൈസേഷൻ കൊണ്ട് നമുക്ക് ഓരോന്നിനെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആകെ കാഴ്ച സ്പെഷ്യലൈസേഷനിൽ കിട്ടില്ല. ആകെ കാഴ്ചയ്ക്ക് നിങ്ങൾ അതിൽ നിന്ന് അകന്ന് ഇതൊരു സന്ദർഭത്തിൽ ആകമാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് അതിനുള്ളിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, അതിനെ ഈ ബന്ധങ്ങൾക്കകത്ത് വെച്ച് നോക്കണം. ഇങ്ങനെ ബന്ധങ്ങൾക്കകത്ത് വെച്ച് നോക്കാൻ ശ്രമിക്കുന്നതോടെ ഇപ്പം വീണ്ടും മഞ്ഞ് എന്ന് പറഞ്ഞ് ശ്രീജമാഷ് എഴുതുന്നു. ശ്രീജമാഷ് പറയുന്നത് മഞ്ഞ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പുരുഷനാൽ പൂർത്തീകരിക്കപ്പെടുന്നവളാണ് സ്ത്രീ എന്ന ഒരടിസ്ഥാന പാട്രിയാർക്കൽ ബോധഘടനയാണ് വിമലയുടെ കാത്തിരിപ്പ്. ചാരിത്ര്യമാണ് സ്ത്രീയുടെ പരമമൂല്യം എന്നതാണ് വിമല. അതിൻ്റെ കൗണ്ടർ പോയിൻ്റാണ് ലക്ഷ്മി വാജ്പേയി. എന്തുകൊണ്ട് ടാഗോർ ഗീതാഞ്ജലി 1913-15 കാലത്ത് യൂറോപ്പിനെ ആകെ കീഴടക്കി? അതേക്കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ പറയുന്നത് 2 കാരണങ്ങളാണ്. 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പോയ സമയത്ത് ടാഗോർ
ബംഗാളി ഗീതാഞ്ജലി അതേപടി പരിഭാഷപ്പെടുത്തിയില്ല. അതിൽ നിന്ന് 49 എണ്ണം തിരഞ്ഞെടുത്ത് 51 എണ്ണം പുതുത് ഉണ്ടാക്കി ഫ്രീ വേഴ്സിലേക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ ഗീത അല്ല, സ്വതന്ത്ര ഗദ്യം. ഈ സ്വതന്ത്ര ഗദ്യത്തിലാകട്ടെ ഏതാണ്ടൊരു കാമുക ബന്ധത്തെ അടിയൊഴുക്കായി നിർത്തുന്ന മട്ടിൽ മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള, പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആവിഷ്കാരമായിട്ട് അദ്ദേഹം ഈ നരേഷനെ മാറ്റി. ഈ രണ്ട് കാര്യങ്ങളും യൂറോപ്പിനറിയാം. പഴയ നിയമത്തിലെ സങ്കീർത്തനം, പഴയ നിയമത്തിലെ സങ്കീർത്തനവും സോങ് ഓഫ് സോളമനും പരിചയമുള്ള യൂറോപ്യൻ വായനാ സമൂഹത്തിന് ഇതിൻ്റെ സെൻഷ്വാലിറ്റിയും മനസ്സിലാവും, ഇതിൻ്റെ ഫോമും മനസ്സിലാവും. രൂപം അവർക്ക് 2500 കൊല്ലമായിട്ട് അറിയാം, അതിൻ്റെ ഭാവുകത്വം അവർക്കറിയാം. അതായത് ചരിത്രത്തിൽ, യൂറോപ്പിൻ്റെ അനുഭവ ചരിത്രത്തിൽ ആഴത്തിൽ വേര് പിടിച്ചു കിടക്കുന്ന ഒരു രൂപ സംവിധാനത്തിലേക്കും അനുഭവഘടനയിലേക്കും ഗീതാഞ്ജലിയെ മാറ്റി എഴുതിയത് വഴിയാണ് ഗീതാഞ്ജലി ഉടനടി പ്രവർത്തിക്കുകയും 13 അതിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തത്. അതല്ലാതെ ആ കൃതി കൊണ്ട് മാത്രമല്ല, ആ ജനതയുടെ ചരിത്രത്തിലാണ് അതിൻ്റെ പേര്. ചങ്ങമ്പുഴ എന്തുകൊണ്ട് ഫലിച്ചു എന്ന് ചോദിക്കുമ്പോൾ കേസരി ഇത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. മലയാളിയുടെ സ്വഭാവഘടനയുടെ 4 അടിസ്ഥാന ഘടകങ്ങളിൽ 1 ഹാസ്യാത്മകത, 2 ചടുലത, 3 വികാരപാരവശ്യം, 4 സംഗീതാത്മകത. ഇതിൽ ചടുലതയെയും ഹാസ്യാത്മകതയെയും അതുപോലെ തന്നെ സംഗീതാത്മകതയെയും തൃപ്തിപ്പെടുത്തിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ചടുലതയെയും വികാരപാരവശ്യത്തെയും സംഗീതാത്മകതയെയും തൃപ്തിപ്പെടുത്തിയ കവിയാണ് ചങ്ങമ്പുഴ. അതുകൊണ്ട് മലയാള ഭാഷ ഉള്ളിടത്തോളം കാലം ഇവർ രണ്ടുപേരും മലയാളികളുടെ ഏറ്റവും വലിയ കവികളായിരിക്കും. കവിതയുടെ ജീവിതം കവിതയ്ക്കുള്ളിൽ നിന്നല്ല, കവിതയുടെ ജീവിതം ചരിത്രബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് തർക്കിക്കാം ഈ വിശകലനത്തോട്. മലയാളിയുടെ സ്വഭാവഘടന ഈ 4 എന്ന് വേണമെങ്കിൽ ഒരാൾ കൗണ്ടർ ക്വസ്റ്റ്യൻ ആവാം. പക്ഷെ ഞാൻ പറയുന്നത് വിചിന്തന രീതി മാറുകയാണ്. ചങ്ങമ്പുഴയുടെ ശൈലി, ചങ്ങമ്പുഴയുടെ കവിത അതിൻ്റെ ഉള്ളിൽ നിന്ന് പരിശോധിക്കുകയല്ല, മലയാളിയുടെ വികാരഘടനയെ നരവംശപരമായി കണ്ടിട്ട് അതിൽ നിന്ന് കവിതയെക്കുറിച്ചുള്ള ആലോചന. ലിറ്ററേച്ചർ ഇൻ സൊസൈറ്റിയാണ്, ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി അല്ല. ഇങ്ങനെ മാറി വരുന്നൊരു വിശകലന രീതി. നമ്പ്യാരെക്കുറിച്ച് കെ.എൻ. ഗണേശ് മാഷ് എഴുതുന്നത്, അദ്ദേഹത്തിൻ്റെ നമ്പ്യാർ കവിതയെക്കുറിച്ചുള്ള കാർണിവൽ എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള പഠനം ഒക്കെ ഈ വഴിക്കാണ് വരുന്നത്. അപ്പോൾ അത് കലാവസ്തുവിനെ, സാഹിത്യകൃതിയെ അതിൻ്റെ തന്നെ ആഭ്യന്തരമായ സൗന്ദര്യാത്മകതയെയും മൂല്യത്തെയും മുൻനിർത്തി പരിശോധിക്കുന്ന രീതിയിൽ നിന്നുള്ളൊരു ഷിഫ്റ്റാണ്. അത് നമ്മുടെ വിമർശന ചരിത്രത്തിലെ 3ാമത്തെ ഒരു പാരഡൈം ഷിഫ്റ്റാണ് എന്ന് പറയാം. അങ്ങനെ ആദ്യകാലത്ത് രാജാധിപത്യത്തെയോ ദൈവാനുഭവത്തെയോ ആശ്രയിച്ച് നിന്നിരുന്ന ഒരു ആശ്രിത സാമഗ്രി എന്ന നിലയിൽ നിന്ന് കലാവസ്തു ഗുണദോഷ നിരൂപണത്തിൻ്റെ ഒരു മണ്ഡലത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് സ്വയം പര്യാപ്ത കലാസാമഗ്രി എന്ന നിലയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് സമൂഹ ബന്ധങ്ങളുടെ ഒരു നിർമ്മാണ സാമഗ്രി എന്ന നിലയിലേക്ക് അത് മാറുന്നു. ഈ മാറ്റത്തിൻ്റെ സന്ദർഭത്തിലാണ് നമ്മളിപ്പോൾ വിമർശനത്തിൽ നിൽക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയ്യേണ്ടതായി ഞാൻ കരുതുന്നൊരു കാര്യം, അനുഭവഘടനകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുക. നമ്മൾ എങ്ങനെയാണ് അനുഭവിക്കുന്നത്, ഈ അനുഭവം എങ്ങനെയാണ് ഉരുവായത്, അതിൽ രൂപവും ചരിത്രവും അധികാരവും ഭാഷാ രീതികളും ഒക്കെ എങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നു എന്ന നിലയിൽ ഒരു കലാവസ്തുവിനെ അതിനുള്ളിൽ നിന്നും അതിന് പുറത്തു നിന്നും ഒരുപോലെ നോക്കാൻ കഴിയുന്ന ഒരു വലിയ വൈജ്ഞാനിക പ്രവർത്തനമായിട്ട് വിമർശനത്തെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത്തരമൊരു വഴി മലയാളത്തെ സംബന്ധിച്ച് അപരിചിതമല്ല. ആ വഴി ഉദ്ഘാടനം ചെയ്ത ഒരാളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. എനിക്ക് കേസരിയോട് പ്രത്യേകിച്ചൊരു ഇഷ്ടമുള്ളതുകൊണ്ടല്ല കേട്ടോ ഞാനിത് ആവർത്തിച്ച് പറയണത്. മൂപ്പര് ഈ പണിയൊക്കെ എടുത്ത ആളായതുകൊണ്ടാണ്, നമ്മൾ ഒട്ടും പരിഗണിക്കാത്ത ഒരാളും ആയതുകൊണ്ടാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഇത് 30കളിൽ ഈ പണിയാണ് ചെയ്യുന്നത്. വേറൊരു നിലയ്ക്ക് നോക്കിയാൽ സച്ചിമാഷ് ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കേസരിയെക്കുറിച്ച്, വിത്തും വൃക്ഷവും എന്ന ലേഖനത്തിൽ എഴുതുന്നുണ്ട്, വ്യക്തിപരതയിൽ തളഞ്ഞു കിടന്ന സാഹിത്യ വിചാരത്തെ ചരിത്രവൽക്കരിക്കാനുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ ശ്രമമായിരുന്നു കേസരിയുടേത്. അത് കറക്റ്റായ വാക്യമാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? നാം ചരിത്ര വസ്തുതകളായിട്ട് മനസ്സിലാക്കുന്ന കുറേ വിവരങ്ങളല്ല. ചരിത്രം എന്ന് പറയുന്നത് അതിസങ്കീർണമായ ബന്ധങ്ങളുടെ സംഘർഷാത്മകമായ സംവാദാത്മകമായ കൂടിക്കലറിലാണ്. ഈ കൂടിക്കലറിലായിട്ട് എങ്ങനെ ഒരു കലാവസ്തു മാറുന്നു, കലാവസ്തു അതിൽ പോയി എങ്ങനെ കെട്ടുപിണയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ചങ്ങമ്പുഴ കവിത മലയാളിയുടെ 40കളുടെ അനുഭവഘടനയെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്പിൻ്റെ അനുഭവഘടനയുടെ ഭാഗമായി മാറിയത് എന്നാലോചിക്കുന്നതോടെ നിങ്ങൾ ഗീതാഞ്ജലിയെക്കുറിച്ച് മാത്രമല്ല മനസ്സിലാക്കുക, നിങ്ങൾ ഗീതാഞ്ജലിയുടെ ഭാഷാശൈലി മനസ്സിലാക്കും, അതിൻ്റെ സെൻഷ്വാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കും, ഒപ്പം തന്നെ യൂറോപ്പിൻ്റെ 2500 കൊല്ലത്തെ ചരിത്രവും അതിൽ കാണും. ഇങ്ങനെയുള്ളൊരു വിനിമയത്തിലേക്ക് കലാവസ്തുവിനെ മുൻനിർത്തി ആലോചനകൾ കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് ഒരുപക്ഷെ ഇപ്പോൾ ജെയിംസിനെ പോലെ, ഈഗിൾട്ടനെ പോലെ, ജോൺ ബർജറെ പോലെയൊക്കെയുള്ള
വലിയ കലാ സാഹിത്യ ചിന്തകർ കഴിഞ്ഞ 10-30 വർഷങ്ങളിൽ ചെയ്തു പോരുന്ന ഒരു കാര്യം. അത് എളുപ്പ വഴിയൊന്നുമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എളുപ്പ വഴിയിൽ ചെയ്യുക എന്നാക്കിയിട്ട് നമ്മുടെ നോട്ടത്തിൽപ്പെടുന്ന എന്തെങ്കിലും ഒരു ആശയം ഒരു കലാവസ്തുവിൽ നിന്ന് എടുത്തിട്ട് ഇതാണ് കല എന്ന് പറയുകയും അതിനെ മുൻനിർത്തി വിധി പറയുകയും ചെയ്യും. കുമാരനാശാൻ എടുത്തിട്ട് ക്രൂര മുഹമ്മദർ, എന്നാൽ പിന്നെ ഇസ്ലാമോഫോബിയ. സംഗതി എന്ത് എളുപ്പമായി, പോംവഴി പക്ഷേ എന്ത് എളുപ്പമായെന്നോ എന്ന് വൈലോപ്പിള്ളി പറഞ്ഞ പോലെ വളരെ എളുപ്പമായി തീർന്നു. അങ്ങനെ ഒരു എളുപ്പ വഴിയൊന്നും. ഒന്ന്, കലയെന്ന് പറയണത്, ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കലയെന്ന് പറയണത് നല്ല കലാവസ്തുവാണോ ആഴത്തിൽ വൈരുദ്ധ്യ നിർഭരമായിരിക്കും. പരസ്പരം പോരടിക്കുന്ന ബലങ്ങളുടെ ഒരു സംഘർഷവേദിയാണ് കല. അല്ലാതെ ഏണസ്റ്റ് ഫിഷർ നെസസിറ്റി ഓഫ് ആർട്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് നാം പുറമേ കാണുന്നതിനപ്പുറമുള്ള സമൂഹത്തിലെ അഗാധ സംഘർഷങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയുമെന്നതാണ് കലയുടെ മൗലികമായ ശേഷി. ഇപ്പോൾ സ്നേഹം വഞ്ചനയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂലല്ലോ. വാത്സല്യം വഞ്ചനയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂല. 7 കൊല്ലം അലഞ്ഞു തിരിഞ്ഞ് ബഷീർ രാത്രി വീട്ടിൽ വരും. അപ്പോൾ ഉമ്മ വാതിൽ തുറന്നു കൊടുത്തിട്ട് പറയും, ഓ നീയായിരുന്നു ഊണ് കഴിച്ചിട്ട് കിടക്ക് എന്ന് പറയും, ഊണെടുത്ത് വെച്ച. അപ്പോൾ ബഷീർ അത്ഭുതപ്പെട്ട് ചോദിക്കും, ഞാനിന്ന് വരുന്നു, ഉമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ബഷീർ പറയും, ഉമ്മ പറയും, ഓ ഞാനെന്നും വിളമ്പി വെക്കും. ഒറ്റ വാക്യം, ഞാനെന്നും വിളമ്പി വെക്കും. ഇങ്ങനെ തൻ്റെ പരമമായ സ്നേഹത്തെ ഈ ഒരൊറ്റ വാക്യത്തിൽ ഉമ്മ ആവിഷ്കരിക്കുന്നു. ഇതേ ഉമ്മ വേറൊരു കഥയിൽ ബഷീറിനോട് 100 രൂപ 25 രൂപ കടം ചോദിക്കും. ബഷീറിൻ്റെ കാശൊന്നുമില്ല. തപ്പി പിടിച്ച് 25 രൂപ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മ അപ്പുറം മാറിയിരുന്ന് ആലോചിക്കണത്, ഞാൻ എന്തൊരു മണ്ടിയാണ് 100 രൂപ ചോദിക്കായിരുന്നു. ഇതേ ഉമ്മയാണ് കേട്ടോ 7 കൊല്ലം ചോറ് വിളമ്പി വെച്ചത്. ഇത് രണ്ടും വാത്സല്യമാണ്. വാത്സല്യം വഞ്ചനയായിട്ടും ചിലപ്പോൾ വരും, വാത്സല്യം സ്നേഹമായിട്ടും വരും. മലയാളത്തിലെ ഏറ്റവും സ്നേഹമയിയായ കാമുകി ഒരു വ്യഭിചാരിണിയായിരുന്നു. ആ കാമുകിയുടെ പേര് വാസവദത്ത എന്നാണ്. ഉപഗുപ്തന് മോക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ വാസവദത്തയ്ക്ക് മോക്ഷം കിട്ടി. നളിനിയെ ഓർത്തിട്ടാണ് ദിവാകരൻ മോക്ഷത്തിലേക്ക് പോയത്, ലോകക്ഷേമ തൽപരനായത്. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളെ ചേറ്റിക്കൊഴിച്ച് കളഞ്ഞിട്ട് അവസാനത്തെ ശരി പറയുക എന്നുള്ളത് കലയുടെ ഒരു താല്പര്യമല്ല. മാർക്സ് അതേക്കുറിച്ച് പറയുന്നുണ്ട്, ഷേക്സ്പീരിയൻ റിയലിസം. വൈരുദ്ധ്യങ്ങൾ, അവയ്ക്കിടയിലുള്ള ആഴമുള്ള സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളിലേക്ക് നമ്മുടെ കാഴ്ചയെ എത്തിക്കുകയും ഈ സംഘർഷങ്ങൾ എങ്ങനെ കലാവസ്തുവിൽ സന്നിഹിതമായിരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന, അതുവഴി സമൂഹത്തിൻ്റെ അനുഭവഘടനയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒന്നായി വിമർശനം മാറാൻ ശ്രമിക്കുകയാണ്. മാറിയെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ പലപ്പോഴും ഈ എളുപ്പ വഴികൾ വന്ന് കൂടിയിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ വിധി പറയുന്ന ഏർപ്പാടിലേക്ക് പോകുന്നുണ്ട്. വാസ്തവത്തിൽ നല്ല കലാവസ്തുവിനെ നിങ്ങൾക്കങ്ങനെ എളുപ്പം സമീകരിക്കാൻ പറ്റില്ല. കാരണം അത് അതിനോട് തന്നെ യുദ്ധം ചെയ്യും. നിങ്ങൾ ആശാൻ പുരോഗമനവാദിയാണെന്ന് പറയുന്ന സമയത്ത് ആശാൻ്റെ അകത്ത്, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ആശാൻ മലയാളത്തിലെ കാൽപ്പനിക കവിയാണല്ലോ. ആശാൻ്റെ കാവ്യഭാഷ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആശാൻ്റെ കാവ്യഭാഷ ഒന്നാം തരം നിയോ ക്ലാസിക്കൽ പദാവലികളാണ്. എന്നാൽ ഒന്നാം തരം നാട്ടുഭാഷയിൽ കവിത എഴുതിയൊരു കൂട്ടർ ഇവിടെ ഉണ്ട്, വെൺമണി കവികൾ. മുട്ടാളനായ കമലോത്ഭവൻ എന്നെ സൃഷ്ടിച്ച മണ്ണിലധികം കരി കൂട്ടി ദുഷ്ടൻ എന്നാണ് വെൺമണി മകൻ തൻ്റെ രൂപത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ എഴുതിയ വെൺമണിമാരെ നമ്മൾ കാൽപ്പനികരായിട്ട് കൂട്ടിയിട്ടില്ല. പോയട്രി ഷുഡ് ബി റിട്ടൺ ഇൻ എ ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ റിയൽ മെൻ ഇൻ ദയർ റിയൽ ലൈഫ് കണ്ടീഷൻസ്. യഥാർത്ഥ മനുഷ്യർ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ കവിത എഴുതണമെന്ന് വേഡ്സ്വർത്ത് പറയുന്നുണ്ട്. അങ്ങനെ കവിത എഴുതിയ കൂട്ടർ വെൺമണിമാരാണ്, കുമാരനാശാനല്ല. പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല, നമ്മളെടുത്തത് ആശാനെയാണ്. കാരണം ആശാൻ്റെ അനുഭവഘടനയിലാണ് കാൽപ്പനികതയുടെ വേറൊന്നൊരു സമൂഹം എന്ന നിലയ്ക്ക് നാം കാണുന്നു, വെൺമണിയുടെ ഭാഷയിലല്ല. അപ്പോൾ ഈ വൈരുദ്ധ്യങ്ങളെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. ആശാനെ സൂക്ഷിച്ചു നോക്കി ഞങ്ങൾക്കറിയാമല്ലോ, ആശാൻ ഓട്ട് കമ്പനിയുടെ മാനേജറുമായിരുന്നു. ലോകത്തൊരു റൊമാൻറ്റിക് കവി ഓട്ട് കമ്പനി മാനേജറായി പ്രവർത്തിച്ച ഒരേ ഒരു സന്ദർഭമായിരിക്കും. കാരണം റൊമാൻറ്റിസം ബേസിക്കലി ഇൻഡസ്ട്രിയലിസത്തിന് എതിരായിരുന്നു. പക്ഷേ കുമാരനാശൻ ഒരു ഭാഗത്ത് ഓട്ട് കമ്പനി മാനേജറാണ്, മറുഭാഗത്ത് റൊമാൻറ്റിക്കാണ്, പിന്നെ ചിന്നസ്വാമിയാണ്, പിന്നെ ശ്രീമൂലം പ്രജാ അസംബ്ലിയാണ്, SNDP സെക്രട്ടറിയാണ്. ആകാവുന്ന എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ തമ്മിൽ ചർച്ചയുണ്ട്, ധാരാളം വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യങ്ങളുടെ ഒരു പടക്കളമാണ് വാസ്തവത്തിൽ നല്ല കല. അപ്പോൾ ആ വൈരുദ്ധ്യം ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും എങ്ങനെ ഉയർന്നു വരുന്നു എന്നാലോചിക്കുന്ന വലിയ ഒരു വൈജ്ഞാനികവും അനുഭവപരവുമായ ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ വിമർശനമെന്നത്. അത് കൃതിയുടെ അകത്ത് നടത്തുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ കൃതിയുടെ അകത്ത് നടത്തുന്ന ആലോചനകളിൽ കൃതി അവസാനിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി.
കൃതി അവിടെ അവസാനിക്കില്ല. കൃതി ധാരാളമായി അത് പുറത്തേക്ക് തുറന്നു കിടക്കും. മിഖായൽ ബെക്തിൻ നോവലിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം വാസ്തവത്തിൽ എല്ലാ കലയ്ക്കും ബാധകമാണ്. അൺഫൈനലൈസബിൾ, അവസാനിപ്പിക്കാൻ പറ്റാത്തത്, അടച്ചുപൂട്ടാൻ പറ്റാത്തത്, പല വഴിക്ക് തുറന്നു നിൽക്കും. ആ തുറസ് കണ്ടെത്തലും എങ്ങനെ ഈ തുറസ് അതിന് കൈവന്നു എന്ന് ആലോചിക്കലും ആണ് ഒരുപക്ഷെ വിമർശനം പുതുതായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഓരോ പടവുകളും പിന്നിട്ട് വിമർശനം ഇവിടം വരെ എത്തി എന്നതാണ് ഒരുപക്ഷെ നമ്മുടെ വിമർശനത്തിൻ്റെ ഒരു വംശാവലി ചരിത്രം എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.